ഫോട്ടോഗ്രാഫി ലൈഫ് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ക്യാമറമാൻ്റെ അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്ടർ അസിസ്റ്റന്റ് ആയിട്ടോ പോകാനൊന്നും അന്ന് അവസരം കിട്ടിയിട്ടില്ല. മലയാള സിനിമയിലേക്ക് ചങ്കൂറ്റത്തോടെ കൂടുതൽ എന്നൊരു സിനിമേൻ്റെ സിനിമോട്ടോഗ്രാഫായി വന്നു പറഞ്ഞാൽ അതിലും വലിയൊരു മിറാക്കിൾ. ഇനി പറയാനുള്ളത് വെച്ചാൽ ഇതൊരു മോശം ഫീൽഡല്ല, നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊരു ബിസിനസ് കൂടിയാണ്. അമിതാഭ് ബച്ചൻ, പിന്നെ നാഗാർജുന, പ്രഭു, മഞ്ജു വാര്യർ, അങ്ങനെ വലിയൊരു ഒരു ടീം. പിന്നെ ഒരു വിധം പ്രൊജക്റ്റിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. ഡേ ഫോർ നൈറ്റ് ചെയ്യാൻ വലിയ വെല്ലുവിളി കേട്ടോ. ഒരു കുട്ടീനെ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. സിനിമ സത്യത്തിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ടെക്നോളജി പഠിക്കുന്ന സമയത്ത് ഇപ്പൊ AI കൂടി പഠിക്കേണ്ട ഒരു ഇതാണ്. ഫോട്ടോഗ്രാഫി ശരിക്ക് രണ്ട് നിലക്കും കൊണ്ടെടുക്കാം. ഹായ് ഓൾ, വെൽക്കം ടു സ്നാപ്ചാറ്റ് ടോക്സ്. നമ്മുടെ കൂടെ ഉള്ളത് ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും അതിലുപരി ഒരു സിനിമോട്ടോഗ്രാഫർ കൂടെയായ ഷജീർ പപ്പയാണ്. സോ വെൽക്കം മിസ്റ്റർ ഷജീർ പപ്പ ടു സ്നാപ്ചാറ്റ് ടോക്സ്. ഫോട്ടോഗ്രാഫർ ആയാല് ഇപ്പോ സാറ്റിസ്ഫൈഡ് ആണോ? അതിൽ അഭിമാനം ഉണ്ടോ? ഐ പ്രൗഡ് മൈസെൽഫ്. കാരണം വെച്ചാൽ നമ്മൾക്ക് പിന്നെ ഒരു പൈസനേക്കാൾ ഉപരി നമുക്ക് ഒരുപാട് ആളുകളുടെ അംഗീകാരം, അതുപോലെ ദിനം പ്രതി നമുക്ക് പുതിയ പുതിയ ആളുകളായിട്ട്, അത് ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് ആയിക്കോട്ടെ, ഒരുപാട് ആളുകളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ലൈഫും അൽഹംദുലില്ലാ സെറ്റിലായി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് പുതിയ ആളുകളോടാണെങ്കിൽ പറയാനുള്ളത് വെച്ചാൽ ഇതൊരു മോശം ഫീൽഡല്ല, നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊരു ബിസിനസ് കൂടിയാണ്, ഒരു പാഷനാണ്. അതിൻ്റെ അപ്പുറം പ്ലസ് നല്ലൊരു ബിസിനസ്സും ഇപ്പൊ ഭയങ്കര ബിസിനസ് വാല്യൂ ഉണ്ട്. അതെ അതെ, തീർച്ചയായും ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോഴും സാധ്യതകളുണ്ട്. 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നമുക്ക് സിനിമ സെറ്റിൽ വർക്ക് ചെയ്യണമെന്നും അല്ലെങ്കിൽ പിന്നെ ആരെ കൂടെയെങ്കിലും അസിസ്റ്റൻ്റ് ആയിട്ട് പോകണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അറിയാലോ, നമുക്ക് ഉള്ള ജീവിത സാഹചര്യങ്ങളുണ്ട്, പ്ലസ് നമുക്കുള്ള അതിനുള്ള അവസരങ്ങൾ കുറവ്. അതായത് ആ ഒരുവിധം ആരും പെട്ടെന്നൊന്നും ഒരു ടീമിലേക്ക് കയറ്റൂല. കുറച്ചൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടില്ല. അതുകൊണ്ട് ആ വഴിക്ക് പോയില്ല. പിന്നെ ഞാൻ ആലോചിച്ചത് എന്താ വെച്ചാൽ, പിന്നെ ഖത്തറിലെത്തിയാലോ, അപ്പം ഞാൻ പിന്നെ അവിടുന്ന് ഞാൻ ആലോചിച്ചു എങ്ങനെയെങ്കിലും ഇതുപോലത്തെ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി ടെക്നിക്കലി നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഇത് എന്തായാലും നമുക്ക് പിന്നെ ഇത് ദൈവികമായിട്ട് കിട്ടുന്ന കുറെ കാര്യങ്ങളാണ് എന്നും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊന്നും ഒരിക്കലും നമ്മളതിനെ അവകാശപ്പെടാൻ പറ്റില്ല. നമ്മൾക്കൊരു ടെക്നീഷ്യന്മാരാണ്, നമ്മുടെ ഉള്ളിൽ നമുക്ക് ആർട്ടിസ്റ്റ് ഉണ്ടാവും, പക്ഷെ ടെക്നിക്കലി നമുക്ക് പഠിക്കണമല്ലോ. എന്താണെങ്കിലും ഇപ്പൊ നമുക്കൊരു പുതിയ ക്യാമറ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഇറങ്ങിയാൽ അതെങ്ങനെയോ അത് നമുക്ക് ദൈവികമായിട്ടൊന്നും കിട്ടുമോ? അപ്പൊ അതിനെ കുറിച്ച് പുതിയ പുതിയ ലൈറ്റുകൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ത്വര ഉണ്ടാവും, ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പഠിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ള, അതാ ഞാൻ പറഞ്ഞത് നേരത്തെ, നമുക്ക് ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്ന് പറയുമ്പോൾ അതിന് പറ്റിയ ആളെ ഞാൻ കണ്ടെത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ആ ഒരു മേഖലയിൽ. അപ്പൊ ഞാൻ ഖത്തറിൽ ഉള്ള സമയത്ത് അവിടെ ഉള്ള ഒരുവിധം പ്രൊഡക്ഷൻ കമ്പനികളിലൊക്കെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് പോകും. ഗ്രിപ്പ് അസിസ്റ്റന്റ്, ഗാഫർ അസിസ്റ്റന്റ്, സ്പാർക്ക് എന്നൊക്കെ പറഞ്ഞ കുറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് വേൾഡ് കപ്പിലുള്ള ഒരു 4-5 ആൽബം സോങ്ങിൽ അസിസ്റ്റന്റ് ആയിട്ട് പോയിട്ട് വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. വേൾഡ് കപ്പിന്റെ ഒരു വിധം പ്രൊജക്റ്റിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. തുടക്കം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എറണാകുളത്ത് പഠിച്ച സമയത്ത് ഈ പാർട്ട് ടൈം ആയിട്ട് ഈ കാര്യത്തിന് പോയിരുന്നു. എന്തിന് ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ സെറ്റിൽ നിന്ന് കഴിഞ്ഞ് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അവിടെ ഉള്ള ഈ പിന്നെ ഈ ഫുഡ് പ്രൊഡക്ഷൻ ടീം ഉണ്ടാവും, അവരോടൊക്കെ പരിചയപ്പെട്ടിട്ട് എന്ത് ചെയ്യും, ഞാൻ നിങ്ങളപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് വയ്ക്കും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ അവരെ കൂടെ പോയി അവരെ പരിപാടി എന്താണ്, എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുക, അത് കഴിഞ്ഞാൽ പാത്രം മുറി എടുത്തേക്കുക, പ്ലസ് വെള്ളം വേണമെന്ന് വെച്ചിട്ട് നമ്മൾ സെറ്റിൽ കൂടെ. അപ്പൊ ഞാൻ ഈ വെള്ളം വെച്ചിട്ട് എന്താണ് സെറ്റിൽ നടക്കുന്നതിന് ഒരു ഐഡിയ കിട്ടും. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി, അല്ലാതെ നമുക്ക് ക്യാമറമാൻ്റെ അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്ടർ അസിസ്റ്റന്റ് ആയിട്ടോ പോകാനൊന്നും അന്ന് അവസരം കിട്ടിയിട്ടില്ല. കിട്ടിയ അവസരം യൂസ് ചെയ്യുക, ആ സെറ്റിൽ പോയി നിൽക്കാന്നുള്ള നിലക്ക് ഞാൻ എന്ത് ചെയ്യും, ഈ പിന്നെ പ്രൊഡക്ഷൻ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് പോകും. അപ്പൊ എന്താ വെച്ചാൽ ഈ ഫുഡിന്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് സെറ്റിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇങ്ങനെ ഗ്രാസ്പ് ചെയ്യുക, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് കാണാം. അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. സോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി എറണാകുളത്ത് ചേർന്ന് പറഞ്ഞു. അവിടെ പഠിച്ചത് എങ്ങനെയാണ് പിന്നീട് യൂസ്ഫുൾ ആക്കിയത്? അത് പിന്നീട് ലൈഫ് എങ്ങനെയായിരുന്നു? സത്യത്തിൽ ഫോട്ടോഗ്രാഫി പഠിക്കാന്ന് വെച്ചാല് ഞാനൊരു വേറെ ഫോട്ടോഗ്രാഫറെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയതോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ ഒരു
സംഭവത്തിലൂടെ വന്നതല്ല. എൻ്റെ അടുത്തൊരു ക്യാമറ ഉണ്ടായിരുന്നു, നമ്മളെ കുടുംബത്തിൽ തന്നെ ഉള്ളൊരു ക്യാമറ, ചെറിയ യാഷിക്കിന്റെ ക്യാമറ ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് വീട്ടിലെ കുടുംബങ്ങളിലൊക്കെ കല്യാണങ്ങളൊക്കെ എടുത്ത് അത് വാഷ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് കാണുമ്പോൾ നമുക്കുള്ളൊരു ഒരു ഇതുണ്ടല്ലോ, ഹാപ്പിനെസ് ഉണ്ടല്ലോ. അപ്പൊ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ പരിപാടി ഒന്ന് പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നായി അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെ ഉമ്മാനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പഠിക്കണം ഉമ്മ, എന്താ ചെയ്യാ? അപ്പൊ ഉമ്മ മാമനോട് പറഞ്ഞ് പിന്നെ ഇങ്ങനെ ഫോട്ടോഗ്രാഫി പഠിക്കണം എത്രയാന്ന്. അപ്പൊ മാമൻ പറഞ്ഞു, എന്നാ ഈ ഒരു പണി ഇതോ, അവിടെ സുഗുവിൻ്റെ അടുത്ത് പോയിക്കോ, അവിടെ പോയിട്ട്. അപ്പൊ ഈ സുഗു എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറെ അടുത്ത് പോയി സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്ര ഒരു ഇതായില്ല, ചെറിയൊരു സ്റ്റുഡിയോ, കുറച്ചും കൂടി ഒരു ഹൈ എൻഡിക്ക് പോകാന്നുള്ള ആൾക്ക് അങ്ങനെ പെരിന്തൽമണ്ണുള്ളൊരു സ്റ്റുഡിയോ തന്നെയാണ് ഇമേജ് സ്റ്റുഡിയോ. അപ്പൊ ഞാൻ ഇമേജിൽ പോയി ചോദിച്ചു, ഇങ്ങനെ എനിക്ക് ഫോട്ടോഗ്രാഫി പഠിക്കണം, ഞാൻ ഇവിടെ നിൽക്കട്ടെ ചോദിച്ചു, സ്റ്റുഡിയോയിൽ നിൽക്കട്ടെ എന്ന്. അപ്പോൾ ഓല് പറഞ്ഞു, സ്റ്റുഡിയോയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ കുറേ കാലം ഇങ്ങനെ നിൽക്കേണ്ടി വരും, കാരണം നമ്മൾ റിലേഷനും കൂടിയാണ്. അപ്പോൾ ഈ ഒരു പണി ഇതോ എവിടെന്നെങ്കിലും പഠിച്ചിട്ട് വന്നു, അല്ലെങ്കിൽ വെച്ചാൽ അന്നൊക്കെ കാണിച്ചാൽ ഇപ്പൊ അറിയാലോ, പിന്നെ സീനിയർ ക്യാമറമാൻ സീനിയർ തൊടാനായിക്കൂല, നമ്മൾ തുടച്ചും ഇങ്ങനെ. അതെ അതെ അതെ, എന്ത് ചെയ്യണം എന്നുള്ള വെച്ചപ്പോ അവിടുന്ന് എനിക്കൊരു അഡ്രസ്സ് തന്നു, ഇങ്ങനെ പഠിപ്പിക്കണ സ്ഥലം. അങ്ങനെ എറണാകുളത്തായിരുന്നു അത്. എറണാകുളത്ത് പോയി കേരള ഫിലിം അക്കാഡമി, ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ അങ്ങനെ അപ്പോൾ എന്നാ ഇനി അടുത്ത പരിപാടി എന്തായി, എറണാകുളം പിടിക്കാന്നായി. ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സത്യത്തിലൊരു ബേസിക് സ്റ്റഡിയാണ്. അറിയാലോ, നമുക്ക് ലൈഫിൽ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഒരു എക്സ്പീരിയൻസിന് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും, നമുക്ക് എങ്ങനെ ക്യാമറ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ലൈറ്റ് വെക്കണം, അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് പറഞ്ഞു തരും. പ്ലസ് നമ്മൾ ലൈഫിൽ നമ്മൾ ഗ്രാസ്പ് ചെയ്തെടുക്കണ ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ബെനിഫിറ്റ് ഗുണമായിട്ടുള്ളത്. വെച്ചാൽ നമ്മൾ ഈ ഒരു ചെറുപ്പകാലത്ത് തന്നെ എറണാകുളത്ത് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. കാരണം വെച്ചാൽ അന്ന് നമ്മുടെ നാട്ടില് കാരണം നമ്മളെ എങ്ങനെയായാലും ഏതെങ്കിലും ഒരു ക്യാമറമാന്റെ കൂടെ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ പോയിട്ടാണല്ലോ അങ്ങനെ വളർന്നു വരികയാണ്. അപ്പോൾ പക്ഷെ ഞാനതിൽ എനിക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നി വെച്ചാൽ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി സിനിമാറ്റിക് ആക്കാൻ പറ്റിയ എൻ്റെ ആളുകളോട് കണക്ട് ചെയ്യാൻ. അന്ന് മുതൽ അവിടുന്ന് പരിചയപ്പെട്ട ആളുകൾ എല്ലാവരും സിനിമാ പ്രവർത്തകരായിരുന്നു, സീരിയല്, അങ്ങനത്തെ ആ ഒരു ട്രാക്ക് എനിക്ക് പിടിക്കാൻ പറ്റിയത് തീർച്ചയായും എറണാകുളം പോയതുകൊണ്ട് തന്നെയായിരുന്നു. ഇപ്പോ സജീർ പപ്പ എന്നൊരു ബ്രാൻഡ് തന്നെ ആയിട്ട് മാറിയിരിക്കുക, എങ്ങനെയാണ് ഈ ബ്രാൻഡ് നെയിം ഇത്ര യൂണീക്ക് ആകുന്നത്? ഇതെല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഷജീർ പപ്പ എന്നുള്ള സംഭവം എന്താന്നുള്ളത്. അതെ അതെ അതെ, ആക്ച്വലി എനിക്കിത് പിന്നെ ഈ പപ്പ എന്നുള്ള സംഭവം എൻ്റെ പിന്നെ പ്രായത്തിലുപരി എനിക്ക് ബഹുമാനം കിട്ടിയ ഒരു സംഭവം കൂടിയാണ്. വിളിക്കണ സമയത്ത് എല്ലാവരും ഷജീർ എന്ന് ഒഴിവാക്കിയിട്ട് പപ്പേട്ടാന്ന് വിളിക്കും, പപ്പാജി എന്ന് വിളിക്കും, അങ്ങനെ ഒരു ഇതാണ്. അത് എനിക്ക് പിന്നെ എൻ്റെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റിനെ, അതായത് നമ്മളെ വർക്കിലുപരി നമ്മളെ ആളുകളെ മൈൻഡിൽ കയറുക എന്നുള്ളതുണ്ടല്ലോ, ഈ ഒരു അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ ആ ഒരു ഹുക്കായിരുന്നു അത്, ആ ഒരു പേര് ഇട്ടതും വന്നതും എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ സംഭവം ഒന്നുമല്ല, അത് ഞാൻ തന്നെ ഇട്ടൊരു പേര് തന്നെയാണ്. അത് ഉസ്താദ് എന്ന സിനിമയില് ലാലേട്ടൻ അനിയത്തിന് വിളിക്കണ പേരാണ് പപ്പ, വിളിക്കണ പേരാണ്. അപ്പൊ അത് നമ്മൾ ആ സിനിമ കണ്ട സമയത്ത് കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പപ്പ പപ്പ എന്ന് വിളിക്കണ്ടായിരുന്നു. ആ സമയത്ത് അത് എന്റെ ഒരു ബ്രാൻഡായിട്ട് മാറി. കാരണം എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാനത് എന്റെ പേരിലിട്ട്. അന്ന് പെരിന്തൽമണ്ണ നമ്മളെ പട്ടാമ്പി റോഡില് നമ്മുടെ ഒരു പപ്പ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ആക്സസറീസിന്റെ ഒരു ഷോപ്പ് തുടങ്ങിയിരുന്നു. അപ്പൊ അതിനാ പേരിട്ട് അങ്ങനെ അതങ്ങനെ. അതെ 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 അതെ. പിന്നെ അന്നത്തെ കാലത്ത് നമുക്ക് പിന്നെ ആൽബങ്ങൾ പറഞ്ഞല്ലോ, ആൽബങ്ങൾ ചെയ്യുന്ന സമയത്ത് പേര് ഒരു വലിയ കാര്യമായിരുന്നു. ക്യാമറമാൻ ഷജീർ പപ്പ, ഷോർട്ട് ഫിലിമിലാണ് ക്യാമറമാൻ ഷജീർ. അപ്പോൾ അതങ്ങനെ അതുകൊണ്ട് അത് പിന്നെ അന്ന് ACV പോലത്തെ ലോക്കൽ ചാനലുകളിലൊക്കെ പോയിട്ട് അതിങ്ങനെ സ്പ്രെഡായി ആ ഒരു പേര്. പ്ലസ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബ്രാൻഡ് ബിൽഡായിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കുക. നമ്മൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റിയൊരു പരിപാടിയാണ്. അങ്ങനെയാണത്. ഓക്കെ, ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തോന്നിയ പ്രൊജക്ട് അത് എപ്പോഴായിരുന്നു, അതെങ്ങനെയായിരുന്നു? ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആയ പ്രൊജക്റ്റിൽ ഉപരി ടേണിംഗ് പോയിന്റ് ആയ ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് പിന്നെ ഓരോരുത്തരെയും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ എത്തിക്കുന്നത്. പ്രൊജക്റ്റുകൾ, ഓരോ പ്രൊജക്റ്റും എനിക്ക് ടേണിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചെയ്യുന്നതിൽ നമ്പർ 1 സിഗ്നേച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഓരോ വ്യക്തിയും ടേണിംഗ് പോയിന്റ്. അപ്പൊ ഞാൻ ഈ സ്റ്റുഡിയോയിൽ പോയി നിൽക്കട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നെ പിന്നെ വേറെ എറണാകുളത്ത് പോയി പഠിക്കുക അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു പോകാന്ന് പറഞ്ഞാൽ അതൊരു ടേണിംഗ് പോയിന്റാണ്. പ്ലസ് നമ്മൾ പിന്നെ ഞാൻ ഖത്തറിൽ നമുക്ക്
ബിസിനസ് ഉണ്ട്. അപ്പോൾ ഖത്തറിൽ ചെന്ന സമയത്ത് നമ്മൾ ഫ്രീലാൻസ് ആയിരുന്നു. ആ സമയത്ത് പിന്നെ എനിക്കിങ്ങനെ ഇപ്പം ഇതാണല്ലേ എൻ്റെ ഉള്ളിൽ അന്ന് ആ യാഷിക ക്യാമറ വന്ന് മറ്റേ ഫോട്ടോഗ്രാഫി പഠിക്കണം എന്നുള്ള അതേ തന്നെ ഇന്നും അത് തന്നെയാണ്. ഇന്നും നമ്മളത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഖത്തറിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് മനസ്സിലുണ്ടാവും പലയിടത്തേക്കൊന്നും എങ്ങനെ എത്തുക, അവർക്ക് എന്നെങ്ങനെ എത്തുക, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ കമ്പനിക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പോകാൻ. അങ്ങനെ ഇതാകുമ്പോൾ നമുക്ക് അവിടെ ഒരാൾ ദൈവദൂതനായിട്ട് ഒരാൾ പരിചയപ്പെടും. അവർ ത്രൂ നമ്മളെ ആഗ്രഹത്തിലേക്ക് എത്തും. അങ്ങനെ വ്യക്തികളായിട്ട് കുറേ ഉണ്ട്. പ്രൊജക്റ്റ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ നമുക്ക് പിന്നെ മ്യൂസിക് ആൽബങ്ങളാണെങ്കിലും പിന്നെ നമുക്ക് ഇവൻറ്റുകളാണെങ്കിൽ ഇപ്പോൾ ഞാൻ പിന്നെ A.R. റഹ്മാൻ്റെ ഷോ, അതുപോലെ പിന്നെ ആതിഫ് അസ്ലം, ശ്രേയ ഘോഷൽ, ഉദിത് നാരായൺ, വലിയ വലിയ ഷോകൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ 10-20 ക്യാമറ വെച്ച് ചെയ്യാനുള്ളൊരു അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ അവസരങ്ങളൊക്കെ പരമാവധി അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്കുള്ള ടേണിംഗ് പോയിന്റുകൾ. നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാം. ആക്ച്വലി ഞാൻ ഖത്തറിൽ ഒരു സ്റ്റേജിൽ പിന്നെ നമ്മുടെ ഗിംബൽ വെച്ചിട്ട് പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് അവിടുന്ന് ഒരു ഇവന്റ് കമ്പനീൻ്റെ ഒരു മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ പരിപാടി ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫ്രീലാൻസ് ആണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരു വർക്ക് ഉണ്ട്, ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടത്. കാരണം നമ്മൾ എന്താന്നും കൂടി അറിയാതെയാണ് ഓക്കെ എന്ന് പറയുന്നത്. കാരണം അതാണ് നമ്മളെ കോൺഫിഡൻറ്റ്. അതിൽ എന്നോട് പറഞ്ഞു പിന്നെ ജ്വല്ലറിയുടെ ഇനാഗുറേഷനാണ്, ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പം നമ്മൾ നാട്ടിൽ ഒരുപാട് ജ്വല്ലറികൾ ഇനാഗുറേഷൻ ചെയ്താണല്ലോ. അപ്പോൾ കുഴപ്പം അന്ന് നാളെ പിന്നെ ഓഫീസിലേക്കൊന്ന് വന്ന് കാണണം കേട്ടോ. അങ്ങനെ ചെന്ന സമയത്ത് അവർ പറയണ കയ്യിൽ തരുന്ന പ്രൊജക്റ്റ് പറയണത് 7 ജ്വല്ലറിൻ്റെ ഉദ്ഘാടനം. 7 ജ്വല്ലറിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ 5-10 മിനിറ്റിലാണ് അതിൻ്റെ ഓരോന്നിൻ്റെ ഓപ്പണിങ്. അത് പറഞ്ഞാൽ വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം അത്രയും മാൻ പവറിനെ സെറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം, പിന്നെ ഇത് ചെയ്യണം. അതും ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോഴാണ് അറിയണത് ആരാണ് ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യണത്. അമിതാഭ് ബച്ചൻ, പിന്നെ നാഗാർജുന, പ്രഭു, മഞ്ജു വാര്യർ, അങ്ങനെ വലിയൊരു ടീം. അപ്പൊ അത്രയും വലിയൊരു സംഭവം ഒരു കൺട്രിയിൽ അത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാല് ഒരു സ്റ്റാഫ് പോലും ഇല്ലാത്ത ഞാൻ മനസ്സിലാക്കണം. നമ്മള് കയ്യിൽ അത് തരാനുള്ള അവരുടെ കോൺഫിഡൻറ്റും അത് ചെയ്യാനുള്ള നമ്മളൊരു കോൺഫിഡൻറ്റും അത് വേണ്ട രീതിയിൽ ചെയ്ത് വലിയൊരു സക്സസിലേക്ക് മാറിയ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കല്യാൺ ജ്വല്ലറിയുടെ ഖത്തറിലുള്ള ഓപ്പണിങ് തന്നെയായിരുന്നു. അത് അടിപൊളിയായിട്ട് ചെയ്തു. അത് വേണമെങ്കിൽ എനിക്കൊരു എൻ്റെ ഒരു ടേണിംഗ് പോയിന്റിൽ വെക്കാം. അതെ അതെ. ഓക്കെ, സാർ ഇവന്റ് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്, ഇപ്പൊ സിനിമോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. ഇതിലെല്ലാം വൺ ടൈം മിറാക്കിൾ എന്നൊരു പ്രൊജക്ട് അല്ലെങ്കിൽ ഇങ്ങനെ സീൻ എന്തായിരുന്നു ഇതുവരെ ചെയ്ത എല്ലാ പ്രൊജക്റ്റിലും ഒരു വൺ ടൈം മിറാക്കിൾ, അങ്ങനെ ഏറ്റവും ഫേവറേറ്റ് ആയ അല്ലെങ്കിൽ ക്ലോസ് ടു ഹാർട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിപ്പോ എന്നെ പരിചയപ്പെട്ടു ലാസ്റ്റ്. അല്ല, ഞാൻ അങ്ങനെ എടുത്തു പറയണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ നമുക്കൊരു മിറാക്കിൾ തന്നെയായിരുന്നു. കാരണം ഒരു സിനിമ പോലും അസിസ്റ്റന്റോ അല്ലെങ്കിൽ പിന്നെ ഒരു സിനിമ സെറ്റിൽ പോലും ഫുൾ ടൈം ആയിട്ട് ഒരു 10 ദിവസം പോലും വർക്ക് ചെയ്യാത്ത ഞാൻ മലയാള സിനിമയിലേക്ക് ചങ്കൂറ്റത്തോടെ കൂടൽ എന്നൊരു സിനിമേന്റെ സിനിമോട്ടോഗ്രാഫർ വന്നു പറഞ്ഞാൽ അതിലും വലിയൊരു മിറാക്കിൾ ഇനി. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത. അതെ 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 അതെ. ആക്ച്വലി അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്പർ 1 ആവുക. അത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ചെയ്യുന്ന മേഖല അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക അല്ലെ. അന്ന് ഉള്ള പോലെ അല്ലല്ലോ ഇതിനു വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്, പഠിക്കുക. ഇപ്പോഴത്തെ ടെക്നോളജീസ് എങ്ങനെയാണ് സാർക്ക് ഇനിയുള്ള ഇവന്റ്സിന് അല്ലെങ്കിൽ ഇനിയുള്ള പ്രൊജക്റ്റിന് ഹെൽപ്പ് ചെയ്യണത്? അത് ആൻസർ പറയുമ്പോൾ അതിൽ കൂടെ എനിക്കൊന്ന് ആഡ് ചെയ്യാണ്ട്. അപ്പൊ സജീർക്ക് വരുമ്പോ ഫില്ലിം കാലഘട്ടമാണ്. അതെ, ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പൊ അഞ്ജന ചോദിച്ച പോലെ ഇപ്പൊ ടെക്നോളജി മാറി. ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കി ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ എത്തുന്ന അങ്ങനെ ടെക്നോളജി ആയി. അപ്പോ ഈ 2 കാലഘട്ടത്തിലും വർക്ക് ചെയ്ത സജീർക്കാക്ക് അതിന്റെ ഒരു ഡിഫറൻസും മെറിറ്റും ഡിമെറിറ്റും നമുക്ക് പിന്നെ ഇപ്പൊ ഇപ്പൊ AI കാലഘട്ടമാണ്. ഇപ്പൊ അത് വിഷ്വലി നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായി വന്നിട്ടില്ല, ഇപ്പൊ കറന്റ്ലി വന്നിട്ടില്ല. പക്ഷെ ഇൻ ഫ്യൂച്ചർ ഓഫ് കോഴ്സ്. അപ്പൊ നമ്മളിപ്പോ ടെക്നോളജി പഠിക്കുന്ന സമയത്ത് ഇപ്പൊ AI കൂടി പഠിക്കേണ്ട ഒരു ഇതാണ്. നമ്മള് ഇത് 3ാമത്തെ കാലഘട്ടം എന്ന് പറയാൻ പറ്റും. നമ്മള് ഫിലിം, ഡിജിറ്റൽ പ്ലസ് AI ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ബേസിക് ഉണ്ട്. ആ ഒരു ബേസിക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പ്ലസ്
നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ അപ്ഡേഷൻ. ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ നമ്മുടെ അതെ അതെ അതെ. ഇതിനൊരു ബേസിക് തിയറി ഉണ്ട്, അതെപ്പോഴും അവിടെ അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 3-point ലൈറ്റിംഗ്, അത് ബേസിക് ആണ്. അതിനിപ്പോ ഏത് ടെക്നോളജി വന്നാലും ഇന്നിപ്പോ എഐക്ക് നമ്മള് പിന്നെ കൊടുത്താലും പ്രോംപ്റ്റ് കൊടുത്താലും ആ ഒരു ബേസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അതുപോലെ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കിപ്പോ ഇപ്പോ 4K ക്യാമറ പോയിട്ട് 8K ഇറങ്ങും, 8K 16K ഇറങ്ങും, അല്ലെങ്കിൽ ആ ഒരു വേരിയേഷൻസ് വരുന്നത്. പക്ഷെ അതിലും നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഷട്ടർ, നമ്മളെ ISO എത്ര യൂസ് ചെയ്യണം, നമ്മൾ ഏത് പിന്നെ ഐറിസ് ഏത് ഫിക്സ് ചെയ്യണം, അതാണ്. അപ്പൊ അത് ബേസിക് ആണ്. അപ്ഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, പുതിയ ടെക്നോളജി പഠിക്കുന്നുള്ളത്. അപ്പോ അതാണ് സംഭവം. ബേസിക് എപ്പോഴും മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. പ്ലസ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറിച്ച് പഠിക്കുക. നമ്മൾ ഇതിൽ നിലനിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് പഠിക്കുക നിർബന്ധമാണ്. വെറുതെ 25 കൊല്ലം അങ്ങനെ നിൽക്കാൻ കഴിയോ? കുറച്ചാളുകൾക്ക് പറ്റിയ എന്താ വെച്ചാൽ ഞാൻ ഫിലിമിൽ എടുത്ത ഞാൻ ഇതൊന്നും തൊടൂല അല്ലെ, ഞാൻ അപ്ഡേറ്റ് അല്ല. അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. വെച്ചാല് പിന്നെ ഇപ്പൊ നമ്മുടെ ചീഫ് വലിയ വലിയ ക്യാമറമാൻമാരൊക്കെ ഇപ്പൊ എവിടെ? കാരണം വെച്ചാല് ഡിജിറ്റൽ വന്ന സമയത്ത് ഓരോ ഒന്ന് ബാക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല, പേടിച്ചു പോയി, അവരവിടെ സ്കെയർ ചെയ്തു. അപ്പോ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പേടിക്കണ്ട, പവറുടെ ഇറങ്ങാനെ പണിയെടുക്കണം. അതെ അതെ അതെ. ഏതൊരു ഫീൽഡിലും ട്രൂ ആൻഡ് കെമിസ്ട്രി അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതെങ്ങനെയാണ് സാർ വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്നത്? എല്ലാവരും ഡിഫറെന്റ് പേഴ്സൺസ് ആയിരിക്കും, നമ്മൾ എപ്പോഴും ഒരേപോലെയുള്ള ആൾക്കാരായിരിക്കില്ല കണ്ടുമുട്ടുന്നത്. സോ അതെങ്ങനെയാണ് ഒരു നല്ലൊരു ടീമിനെ എപ്പോഴും ബിൽഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അതൊരു സ്ഥാപനം ആയിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, നമ്മളൊരു സർക്കിൾ എപ്പോഴും നമ്മളൊരു എനർജറ്റിക് ആയിട്ട് കൊണ്ടുനടക്കുക എന്നുള്ളതാണ്. നല്ല ടീമിന്റെ കൊളാബ് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. അത് നമ്മളെപ്പോഴും നമ്മള് ഒരു വേവ് ലെങ്തിൽ നിൽക്കാൻ പറ്റിയ ആളുകളോട്ട് നമ്മള് സമ്പർക്കം പുലർത്തുക. നമുക്ക് പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന മേഖലകൾ സംസാരിക്കുന്ന ആളുകൾ, നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന സ്ഥലം. അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ തനിക്ക് മനസ്സിലാവില്ല, താൻ പറയുന്ന കാര്യം എനിക്കും മനസ്സിലാവും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ സിങ്ക് ആവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, സുജിത്തിനോട് സംസാരിക്കും കൂടുതൽ. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഞാൻ അന്ന് വീണ്ടും പറയാം, നമ്മളന്ന് വർക്കിൽ കുറച്ച് ട്രാവൽ ചെയ്യണം, 2 hours ട്രാവൽ ചെയ്യണം. എന്നിട്ട് എന്താണെന്ന് പറയാം. അപ്പൊ ഷജീർഖാനെ വരുന്നു, ഞാൻ കയറുന്ന സംസാരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഓക്കെ, സിനിമ ചെയ്ത ആള്, പണ്ട് ആൽബം ചെയ്യുന്ന ആള്, നമ്മുടെ മനസ്സിൽ ഇതുണ്ട്. നമ്മൾ വിചാരിക്കുന്നു ഇയാള് ഭയങ്കര കീറിയിട്ടാണ്ട് ഇരിക്കും. ഓക്കെ, എന്നിട്ട് അങ്ങനെ ഒരു ഭയങ്കര നമ്മൾ കാണുന്നില്ല ഒന്ന്. ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ ഏകദേശം 10-20 വർഷത്തിന്റെ അടുത്ത് അവനെ ഇത് ചെയ്യുന്നു, ഒരുപാട് ആളെ കാണുന്നുണ്ട്. അപ്പൊ അതില് ഇപ്പോ ഭയങ്കര ടാലന്റ് ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന ആളുകൾ, ഭയങ്കര ചാട പിടിച്ച് നമ്മളൊന്നും മെയിൻ ചെയ്യാതെ നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ സജീർക്കാനോ വിചാരിക്കുന്ന കുറച്ചൊരു സിനിമ ഒക്കെ ചെയ്ത ആളല്ലോ, ഒരു അഡ്വൈറ്റ് ഒക്കെ. പക്ഷെ നമ്മള് 5 മിനിറ്റ് പിന്നെ നമ്മൾ എന്തൊക്കെയോ സംസാരിച്ചിട്ടാണ് എത്തിയത് അറിയില്ല. അപ്പൊ അങ്ങനെ എങ്ങനെ പറ്റുന്നത്? അതായത് ഇപ്പൊ സിനിമ ഇത് സജീർക്കൊക്കെ വേണമെങ്കിൽ കുറച്ചൊരു ചാടൊക്കെ ഇട്ടിട്ട് കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ എന്നെ കാണുമ്പോഴല്ലേ, അല്ലെങ്കിൽ വേറെ ഇപ്പൊ നമ്മളെ എന്നോട് നിൽക്കുന്ന അതേപോലെ നമ്മുടെ കുട്ടികളോട് നിൽക്കുന്നത്. തീർച്ചയായും. ഇപ്പൊ നമ്മൾ അന്ന് വർക്കിനൊക്കെ വരും, അതെങ്ങനെ കഴിയുന്നത്? ആ ഒരു എല്ലാവർക്കും ഒരു വാല്യൂ കൊടുക്കുന്നത്. അത് വെച്ചാല് പിന്നെ ഇത് മുമ്പ് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പൊക്കെ ഹോം സിനിമക്ക് പോണ സമയത്ത് നമുക്ക് പിന്നെ നമ്മളെ യൂണിറ്റ് ബോയ്സ്, നമ്മളെ പിന്നെ മേക്കപ്പ് ക്രൂ, അല്ലെങ്കിൽ അവരൊക്കെ കൂടെ ഞാൻ തോളി പിടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നോട് അന്ന് കൺട്രോളർമാരൊക്കെ പറഞ്ഞിട്ട് ഇത്ര ഇതായിട്ട് നിൽക്കരുത്, അവർക്കൊക്കെ ഒരു എന്നുള്ള, അല്ലെങ്കിൽ പക്ഷെ നമുക്കൊരാളെ ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. ഞാനൊരു യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഇതിൽ ഇരിക്കുന്ന 11 ആള് അംഗത്തിൽ ആരാണ് എന്നേക്കാൾ സീനിയർന്നോ എന്നേക്കാൾ അറിവുള്ളവരോ, അവർക്കൊക്കെ എന്നിലേറെ നമുക്കൊരു അവസരം കിട്ടിയത് നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളൂ. പക്ഷെ അവസരം കിട്ടാതെ ഇരിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ അവിടെ നിൽക്കുന്നത്. അയാൾക്ക് എന്നിലേറെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞാൻ എന്ത് കണ്ടിട്ട് അയാളോട് ചാടിടും? മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട്, യുക്തിയുണ്ട്, എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. നമ്മളെല്ലാവരും അത് മാനിക്കുക. നമുക്ക് അതാണ് ഞാൻ ചിന്തിക്കുക. നമ്മളെപ്പോഴും പിന്നെ ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് തകരാവുന്ന കാര്യം. നമ്മൾക്ക് മേലേക്ക് പോണ ശ്വാസം കീഴ്പോട്ട് വന്നിട്ടില്ലെങ്കിൽ തീർന്നില്ലേ, പിന്നെ എന്താ അഹങ്കാരം? അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരോടും സന്തോഷമായിട്ട് നിൽക്കുക, പരമാവധി പുഞ്ചിരിയോടെ. അതൊക്കെ കൂളാക്കാൻ എനിക്ക് തോന്നിയത് നിങ്ങൾ വരുന്നില്ലേ, ഐ മീൻസ് ഒരു പോസിറ്റീവ് ഒരു വൈബ് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മള് വേറെ ആളുകളൊക്കെ വിളിച്ച് എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നതല്ലേ. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചെങ്കിൽ നമ്മൾ ചെയ്ത ആ കോർപ്പറേറ്റ് ആഡ് എന്ന് പറയാം, അല്ല ആ ഷൂട്ട്
എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ നമ്മൾ അതെ. അവര് നമുക്ക് തന്നു. അതെ 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 അതൊരു പ്രോപ്പർ അതെ സ്ക്രിപ്റ്റ് അതെ അത് വേണം അത്രയും ഒരു- വോയിസ് ഓവർ ഉണ്ട് എനിക്ക്. അതെ അതെ അപ്പൊ ഫാസ്റ്റ് ആൻഡ് സാധനം- ക്യൂരിയസ് ആയിരുന്നു. എന്താ പറയാ നമ്മളൊരു ഓടിപ്പണി അതെ, 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 അപ്പൊ അതെ. അതൊക്കെ ചെയ്യുമ്പോ ഞാനൊക്കെ ചിലപ്പോ ഒന്ന് ടെൻഷൻ ആകുമ്പോഴും പക്ഷെ നിങ്ങൾ വന്ന് കൂളായി ആ അതെ, ഡീലിംഗ് അതെ, അതൊക്കെ അതെ, കാണുമ്പോഴേ അതെ. നമുക്കും കൂടെ ഒരു ബിഹേവ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഘടകമാണല്ലോ. നമുക്ക് എപ്പോഴും നമ്മൾ ആ ഒരു ഒരാളോടും നമ്മൾ അങ്ങനെ ഞാൻ പലപ്പോഴും എന്റെ സുഹൃത്തുക്കളോട് വരെ പറയുന്നുണ്ട് വെച്ചാൽ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അതൊന്നുമില്ല, സിമ്പിളായിട്ട് കൈകാര്യം ചെയ്ത് പോകേണ്ട കേസുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് ഒരു കളർഫുൾ ലൈഫ്, അതാണ് ഇപ്പോഴത്തെ ജനറേഷനും പഴയ ജനറേഷനും നല്ല നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇനിയും ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇനിയുള്ള പ്രൊജക്ട്സ്? മേ ബി ഓരോന്നും പുതിയ പുതിയ ടെക്നിക്കൽ യൂസ് ചെയ്തിട്ടാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിൽ പറയുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒക്കെ ഈസി ആയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പിന്നെ ഇപ്പോൾ ഒരു മൊബൈൽ ഒരു മീഡിയയാണ്. ആക്ച്വലി ഇതിനിപ്പോൾ ഒരു ക്യാമറ എന്നുള്ള ഒരു സംഭവമൊന്നുമില്ല. നമ്മൾ ജനങ്ങളോട് അല്ലെങ്കിൽ നമ്മളെ ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ് മീഡിയ. അത് മൊബൈലാവാം, അത് ക്യാമറ ആവാം, അല്ലെങ്കിൽ മനസ്സിലായോ? അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് കളർ എന്ന് പറയുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്തിരുന്നത് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നോക്കിയിട്ടാ. അന്ന് വിഷ്വല് റെക്കോർഡിങ് കളറാണ്, പക്ഷെ വ്യൂ ഫൈൻഡർ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ക്യാമറക്ക് ഇപ്പോൾ നമ്മൾ പകലാണ് അല്ലെങ്കിൽ പിന്നെ വെളിച്ചത്തിലാണ് ഷൂട്ട് ചെയ്യണത്. അതൊക്കെ ഓർമ്മല്ലേ? പിന്നെ നമ്മള് പിന്നെ ക്യാമറ പിന്നെ എന്റെ ക്യാപ്പ് അടച്ചിട്ട് ഇങ്ങോട്ട് ലൈറ്റ് അടിക്കും. അപ്പൊ നമ്മള് ഇന്ന് സൺ ലൈറ്റ് വെച്ചിട്ടാണ് ഇതിന് പറഞ്ഞു. അഥവാ അതങ്ങ് പിന്നെ വൈറ്റ് ബാലൻസ് എടുക്കാൻ മറന്നോ പെട്ട് മൊത്തം നീല കളറൊക്കെ ആകെ പന്തലിന്റെ കളറൊക്കെ മാറി. അങ്ങനെ ഇപ്പത്തെ കാര്യത്തിൽ ഇപ്പൊ ഡിജിറ്റലൈസ് ആയതുകൊണ്ട് പിന്നെ ഈ മേഖലയിൽ വരുന്നവർക്കും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഉള്ളത്. ഇനിയിപ്പോ അടുത്തൊരു ഫ്യൂച്ചർ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എന്താണ് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വല്ല ഹൈ റെസൊല്യൂഷൻ കൂട്ടി കൊണ്ടുവരാൻ പറ്റും. ഇനിയിപ്പോ അത് ഇനി വല്ല 3D ഫുൾ 3D ആവുമെന്നാവോ മൊത്തം ഇവന്റും കാര്യങ്ങളൊക്കെ. അതെ 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 അങ്ങനെ ഒരു കാര്യങ്ങളാണ് ഇപ്പൊ അതിലുള്ളത്. നമ്മള് കുറെ ക്ലയൻസിന് കാണും, കുറെ പുതിയ ആൾക്കാരായിട്ട് സംസാരിക്കും. മേ ബി അവരൊന്നും നമ്മുടെ അടുത്ത് നല്ല പോലെ സംസാരിക്കണം എന്നുണ്ടാവില്ല, പക്ഷെ അവർക്ക് അവരുടെ പ്രൊജക്ട് നല്ല പോലെ വേണം. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? നമ്മളത് ഭയങ്കര പ്രഷറൈസ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും. കാരണം അവരുടെ കോൺസെപ്റ്റ് ബഡ്ജറ്റും രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. സോ അതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് വരുന്നു? എപ്പോഴും നമുക്ക് പിന്നെ ഒരു ക്ലയന്റിന് എന്താണോ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്നിട്ട് അവര് ഉദ്ദേശിച്ച അപ്പുറം ഒരു ഔട്ട് കൊടുക്കുക എന്നുള്ളത് അതിന്റെ അപ്പുറം വലിയ കാര്യമാണ്. അവിടെയാണ് ക്ലയന്റ് ഹാപ്പി ആവുക. അവർ ഉദ്ദേശിച്ച കാര്യം തന്നെ ഷൂട്ട് ചെയ്ത് കൊടുത്താൽ പോലും ചിലപ്പോൾ ഹാപ്പി ആയിക്കോണമെന്നില്ല, അല്ലടാ. നമ്മള് അവരെ ആഗ്രഹിച്ചില്ല അപ്പുറം ഒരു സാധനം അവരെ അറിയാതെ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഹാപ്പി. അതായത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എനിക്ക് തോന്നിയത് ഇപ്പൊ എല്ലാവർക്കും ഇതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. കാരണം അല്ലെ ഒരുപാട് ഇവര് നോക്കിയിട്ടും ഇവർക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാവും. ഇപ്പൊ ചിലപ്പം നമ്മളങ്ങനെ കമ്പനിയുടെ പേര് പറയുന്നില്ല, ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഉണ്ടായി അങ്ങനെ ഒരു അനുഭവം. അവര് അവരുടെ ഈദിന്റെ പ്രൊമോഷന് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുള്ള ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഇവിടുത്തെ നമ്പർ 1 ഒരു ഏജൻസിയാണ്. അതിപ്പോ കാണുമ്പോൾ മനസ്സിലാവും. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, അവന്റെ കെയർ ഓഫിലാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന് ഞങ്ങൾ മീറ്റിംഗിൽ ഇരുന്നപ്പോൾ കാണിക്കുന്ന അവരുടെ കോമ്പറ്റീറ്റർ എന്ന് ഞാൻ പറഞ്ഞു, അവരുടെ കോമ്പറ്റീറ്റർ ഒരു ലെവൽ സ്റ്റേജ് കൂടിയൊരു ക്ലൈന്റ് ആണ്. അവരുടെ റെഫറൻസ് കാണിച്ചു തന്നിട്ട് എനിക്ക് തോന്നുന്നു അവര് ആ ചെയ്തത് നല്ല മീഡിയ ഫോർമാറ്റ് ക്യാമറയിൽ മേ ബി റെഡോ അങ്ങനത്തെ ഏതെങ്കിലും ക്യാമറ വെച്ച് ചെയ്തതോ നല്ല കാശിറക്കി ചെയ്ത പ്രോഗ്രാമാണ്, അല്ല ആഡാണ്. അത് കാണിച്ചു തന്നിട്ട് ഇവര് നമുക്ക് ഇതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞു. സോ നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. എക്സാമ്പിൾ ഒരു കൂട്ട് പറയാണ്, 1,00,000 സംതിങ് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് കൂട്ട്. അപ്പൊ അത് അവർ അപ്രൂവ് ആവുന്നില്ല. നേർപകുതി പറഞ്ഞു. അപ്പൊ നേർപകുതിയാക്കുമ്പോൾ നമ്മള് ഇവിടൊക്കെ മോഡൽസിന് ഇതിപ്പോ എന്താണെങ്കിൽ പൈസ കൂടുമ്പോ നല്ല മോഡൽ വരും, കട്ടിങ് വരും. ലാസ്റ്റ് അവർ പറയുന്നത് എന്താണെങ്കിൽ അവരുടെ ബഡ്ജറ്റ് 15,000 dirhams ആണ്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ ചില ക്ലൈന്റ് അങ്ങനെ ഉണ്ട്, അവർ കാണിക്കുന്ന റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോ എന്നാലും നമുക്ക് കിട്ടുന്ന ബഡ്ജറ്റിൽ ചെയ്തിട്ട് പൊലിപ്പിക്കുക എന്നുള്ളതാണ് ഓഫ് കോഴ്സ്. പക്ഷെ ബഡ്ജറ്റും കൂടെ ഒരു അല്ലേ, ഇപ്പോ നമുക്ക് റെഡിൽ ചെയ്യുന്ന പോലെ M4-ലും FX3-ലും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയും കൂടെ ഒരു ഇതുണ്ട്. ചില ക്ലയൻസ് അങ്ങനെ ഉണ്ട്. ക്ലയൻസ് മോശമെന്നല്ല പറയുന്നത് കേട്ടോ,
അവർക്കത് വേണ്ട ഒരു അല്ല, ക്ലയന്റിനെ ഹാപ്പി ആക്കാന്നുള്ളത് പിന്നെ നമുക്ക് പിന്നെ അത് വലിയൊരു ഘടകമാണ്. ബഡ്ജറ്റും ഇതൊക്കെ പുറമെ നമുക്ക് കിട്ടുന്ന ഒരു അവസരം ഉള്ളത് മുതലാക്കുക. ഇനി കാര്യം പറയാം, ഈ ബഡ്ജറ്റ് ഒക്കെ കൊണ്ടിട്ട് ഇത് അറിയാൻ പറ്റാത്തതും ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ നേരെ തിരിച്ചു പോവാം. റെഡ് വെച്ചിട്ട് ഇപ്പൊ നല്ല ഫ്രെയിം വെക്കാനും പറ്റാതെ അങ്ങനെയൊക്കെ ഉണ്ട്. OTT പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഡിജിറ്റൽ കണ്ടന്റ് വിഷ്വൽ പ്ലാറ്റ്ഫോം, ഇത് രണ്ടും ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് സാർക്ക് പറയാനുള്ളത്? അതുമായി റിലേറ്റഡ് ആയിട്ട് ഒരു അതിലും കൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ട് എനിക്കൊന്ന്. അതായത് ഇപ്പൊ ഈ OTT ഒക്കെ എനിക്ക് തോന്നുന്നു നല്ല കോണ്ടന്റ് ഉള്ള ഒരു സാധനം. ഇനിയിപ്പോ ഭയങ്കര മാരകമായ ക്യാമറ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പൊ നമ്മളെ പോലെ FX3 അല്ലെങ്കിൽ നമ്മുടെ FX6 ഒക്കെ വെച്ചിട്ട് നല്ല കോണ്ടന്റ് ഉള്ള ഒരു സാധനം അത്യാവശ്യം മര്യാദക്ക് ഷൂട്ട് ചെയ്ത് കൊടുത്താല് ഒരു വെബ് സീരീസ് പോലെ ആണെങ്കിൽ പോലും OTT എടുക്കാൻ തയ്യാറാവും. അപ്പോൾ അങ്ങനെ ഡയറക്ഷൻ അല്ലെങ്കിൽ ക്യാമറ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കൂട്ടപ്പം നമ്മളെ ഫീൽഡിലുള്ളവർക്ക് തന്നെ അങ്ങനത്തെ സാധ്യതകൾ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും, അതിന് വല്ല ചാൻസും? സത്യത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്ന കാലഘട്ടമാണ്. ആക്ച്വലി ഇപ്പൊ നമുക്ക് പിന്നെ ആര് ഡിപ്പെൻഡ് ചെയ്യണ്ട, നമ്മളടുത്ത് കണ്ടന്റിനാണ് വാല്യൂ. അതിൽ നമ്മൾ ഉപയോഗിച്ച ക്യാമറ ഏതാണോ, ഈ പറഞ്ഞ പോലെ നീ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട. റെഡ്, ആരി അല്ലെങ്കിൽ FX3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചെറുതായി കാണണ്ട. ഇപ്പൊ മൊബൈലിലെടുത്ത എത്രയോ വീഡിയോസുകൾ വൈറലാണ്, എത്രയോ അതിന്റെ ആരാണ് ചോദിക്കുന്നത് ഏത് ക്യാമറയിൽ എടുത്തിരിക്കുന്നത്, എത്രയോ അടിപൊളി ഷോർട്ട് ഫിലിംസുകൾ ഫോണിലെടുത്തില്ലേ. അത് മാറ്റിക്കൂ. അതിൽ കണ്ടന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് വാല്യൂ ഉള്ളൊരു കണ്ടന്റ്, അതിൽ എന്തെങ്കിലും ഒരു ഹുക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മളെ പോലത്തെ ചെറിയ പിന്നെ അല്ലെങ്കിൽ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കണം എന്ന് ആഗ്രഹിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടായ്മയിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ട് സിനിമകൾ നിർമ്മിക്കാൻ പറ്റും. അല്ലെങ്കിൽ സിനിമകൾ നിർമ്മിക്കാന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യാനല്ല, പിന്നെ നമുക്ക് നല്ല മേക്ക് ചെയ്യാൻ പറ്റും. അതിന് പൈസ ചെലവ് അതിലൊരു ഘടകമല്ല. നമുക്ക് ഒരു 10 ആള് കൂടിയിട്ട് നമുക്ക് ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് അങ്ങനത്തെ ഒരു എക്സ്പെൻസിനുള്ള പൈസ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് സിനിമ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഈ OTT പ്ലാറ്റ്ഫോമുകളിൽ ലിസ്റ്റഡ് ആയ ക്യാമറകളുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളടുത്ത് പിന്നെ ഉള്ള ക്യാമറ ഏതാണോ എന്നുള്ളതല്ല, അവര് ഫിക്സ് ചെയ്തത്. അത് യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ആ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടന്റ് നല്ലൊരു കോണ്ടന്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം അതിലിപ്പോ ഇന്ന് വലിയ നടന്മാര് വേണമെന്നോ അല്ലെങ്കിൽ ഭയങ്കര സംഭവങ്ങളാണെന്നൊന്നുമില്ല. കണ്ടന്റില് എന്തെങ്കിലും ഹുക്ക് ഉണ്ടോ സാധനം തീർച്ചയായും. ഇപ്പൊ നമുക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തന്നെ കണ്ടിട്ടില്ല, എത്രയോ രസമുള്ള വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. നമുക്ക് തന്നെ വിചാരിക്കും ചില വീഡിയോസ് ഒക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്തായിരിക്കും, പക്ഷെ ആ ഒരു ഞാൻ ഇപ്പൊ ഇന്നലെ റീസെന്റ് ഒരു ഇത് കണ്ടു, ഈ റംസാന് റിലേറ്റഡ് ആയിട്ടൊരു സാധനം. അതിപ്പോ പിന്നെ ഒരു വയസ്സായ ഒരാള് പിന്നെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോയിരുന്നു. ആ സമയത്ത് ഒരു ബൈക്കും ഒരു ചെക്കൻ വന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇയാളെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ താഴ്ചാടും. അതിൽ ഉക്കാന്ന് വിളിക്കുന്നുണ്ട്, എവിടെ പോകണ ചോദിക്കും. അപ്പൊ ഞാൻ പള്ളിക്ക് നോമ്പോർക്ക് അവിടെ കയറി വണ്ടിമേ കയറ്റി പിന്നെ ആൾക്ക് ആവശ്യമായ പിന്നെ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ പയ്യൻ സെറ്റ് ചെയ്ത് ഇയാൾ നോമ്പ് തുറന്ന് തിരിച്ചു പോകുമ്പോൾ മോനെ പേര് ചോദിക്കാൻ മറന്നു. എന്താന്ന് വെച്ചു, അതില് പറഞ്ഞു വിഷ്ണു എന്നാണ്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം ഇന്ന് അതൊക്കെ ആവശ്യമാണ്. കാരണം അത്രയും പിന്നെ പല അപ്പൊ അതൊരു വലിയൊരു കണ്ടന്റ് ആണ്. പറയുമ്പോ ഇപ്പൊ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കണ എനിക്ക് പോലും അതൊരു ഫീൽ ചെയ്ത് ഇൻസ്പയർ ആയിക്കണമെങ്കിൽ അത് ഓഡിയൻസിന് എത്രത്തോളം അത് കണക്ട് ആയിട്ടുണ്ടാവും. അങ്ങനെ കണ്ടന്റ് ആണ് ഏറ്റവും. നിങ്ങളൊക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലേ? അപ്പൊ നല്ല നല്ല കണ്ടന്റുകൾ. ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ ഒരു കലാകാരനായിട്ടാണ് കൂട്ടുന്നത്. അത് നമുക്ക് സാമൂഹികമായ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ റിഫ്ലക്ട് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ അതിൽ അഭിപ്രായം പറയണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള എന്താ പറയാ പ്രതിബദ്ധത റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ നടക്കുന്ന നമ്മളെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയി പറഞ്ഞ് ഓപ്പൺ ആയിട്ട് ഡയറക്റ്റ് ആയിരിക്കും വരാം. അതായത് നമ്മളെ ഇപ്പോ വന്ന ബീഫിന്റെ മീൻസ് പണ്ടുണ്ടായിരുന്ന വിവാദമാണ്, പക്ഷെ നമ്മുടെ കേരളത്തിൽ ഒരിക്കലും നടക്കുന്നില്ല. ഇപ്പൊ ലാസ്റ്റ് വന്ന മൂവിയുടെ ട്രെയിലർ കേരള സ്റ്റോറി 2 ഒരു കുട്ടീനെ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. ഇതുപോലെ ഒരു കാര്യം ഇങ്ങനെ വരുമ്പോ സജീർക്കാക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ആക്ച്വലി ഈ സിനിമന്റെ ബാക്കിലുള്ള ഒരു വലിയ അജണ്ട എന്താ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു യോഗ്യനല്ല ഞാൻ.
പക്ഷെ നമ്മുടെ കേരളത്തിലെ സിറ്റുവേഷനിൽ നമ്മൾ വളർന്നു വന്ന എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാല് ഞാനൊക്കെ എന്ന് പറഞ്ഞാല് അത്രയും ഇടപഴകി ജീവിച്ച ഒരാളാണ്. നമുക്ക് പിന്നെ നേരം വെളുത്ത് നീച്ചു കഴിഞ്ഞാൽ തന്നെ ഞങ്ങളെ തൊട്ടപ്പുറത്തുള്ള മോഹൻദാസിന്റെ വീട്ടിലും അല്ലെങ്കിൽ ഉണ്ണിക്കുട്ടിന്റെ വീട്ടിലും ആയിരിക്കും ഞാൻ ഫുൾ ടൈം. ഭക്ഷണം കഴിക്കാനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കലും കടത്തവും വരെ അവിടെ തന്നെ ആയിരിക്കും. എന്നിട്ട് ഉമ്മ വടിയെടുത്ത് വന്നിട്ട് വേണം ഇങ്ങോട്ട് വന്ന് ഇതാക്കുന്നത്. അത്രയും നമ്മള് വളർന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ജാതിയോ മതോ ഒന്നും നോക്കിയിട്ട് നമ്മൾ ഇന്ന് വരെ ആരെയും വേറെടുത്തിട്ട് ഇനിയും കണ്ടിട്ടില്ല, നമ്മൾ അവരെയും കണ്ടിട്ടില്ല. അതൊക്കെ ഇപ്പത്തെ കാല സിറ്റുവേഷനിൽ ആളുകൾ എന്താണ് ഇതിൽ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ ഈ പരിപാടി ഒന്നും കേരളത്തില് വില പോകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്. അതെ 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 അതെ. ഇനിയിപ്പോ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ പിന്നെ ഇപ്പൊ ഞാൻ കിടക്കണിന്റെ മേലെ കിടക്കുന്നത് നിതീഷ, ഇപ്പുറത്ത് കിടക്കുന്നത് രമേശ് മാഷ, ഇപ്പുറത്ത് കിടക്കുന്നത് സുൽഫിയാണ്. അവിടെ നിന്ന് നമ്മളാരും ഒരാളോടും നമ്മള് ഭക്ഷണം ഒന്നിച്ച് കഴിക്കണു ഇതാക്കണു കാര്യങ്ങൾ ഒരിക്കലും നമ്മള് ഒരു ചിന്തി നമ്മളൊരു ബീഫ് വാങ്ങി നമുക്ക് തികയാത്ത പ്രശ്നമാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമ്മള് സിനിമ സെറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോണ്ടല്ലോ ഭയങ്കര അത് ഒരുപാട് പിന്നെ ആളുകളല്ലേ, അത്രയും ആളുകള് അത്രയും പിന്നെ മത അതിൽ ക്രിസ്ത്യാനി ഉണ്ടാവും, മറ്റേ ഹിന്ദു ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, ഒന്നും വിശ്വസിക്കാത്തവരുണ്ടാവും. ഭയങ്കര രസാണ് അങ്ങനൊക്കെ നമ്മളങ്ങനെ ജീവിക്കണത്. അപ്പൊ ഈ സിനിമന്റെ ഒക്കെ ബാക്കിലുള്ള അജണ്ട എന്താന്ന് കേരളത്തിൽ കുറച്ച് സമാധാനപരമായിട്ട് ജീവിക്കുന്നുണ്ട്. എനിക്കും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാന്യമായ ഒരു ലൈഫ് നമുക്ക് അതൊക്കെ തകർക്കാന്നുള്ളത് അതൊന്നും നമ്മളവിടെ വില പോകാൻ സാധ്യത. പക്ഷെ സിനിമ അവര് തിരഞ്ഞെടുത്ത മേഖല എന്താ വെച്ചാല് സിനിമയിലൂടെ എത്തിക്കാന്നുള്ളതാണ്. വെച്ചാല് സിനിമ സത്യത്തില് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് സിനിമയിലൂടെ ആയിരുന്നു ആളുകളോട് കമ്മ്യൂണിക്കേറ്റ്. സിനിമ നാടകം. കാരണം വെച്ചാൽ ഇന്നും എന്തുകൊണ്ടാണ് പിന്നെ MGR പോലത്തെ ആളുകളൊക്കെ ദൈവമായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ജയലളിതനെ പോലത്തെ ആളുകളൊക്കെ വെച്ചാല് സിനിമ ഒരിക്കലും അവര് തിരഞ്ഞെടുത്ത മേഖല മോശമൊന്നുമല്ല, പക്ഷെ ഈ കാലഘട്ടം അതിന് അനുയോജ്യമാണെന്ന് അറിയാം. അന്നത്തെ കാലത്താണെങ്കിൽ ചിലപ്പോ അത് ആളുകള് അതെ ഈ ഒരു കാലത്ത് ഇത്രയും പിന്നെ AI ടെക്നോളജിയും പിന്നെ എല്ലാ നിലക്കും ആളുകൾ പിന്നെ ഗ്രോത്തിലാണ്. എഡ്യൂക്കേഷനിലായിക്കോട്ടെ, അല്ലെങ്കിൽ ആളുകൾ ഇപ്പോൾ വലിയൊരു അപ്ഡേഷനിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് തരം ആളുകൾ സ്വീകരിക്കും എനിക്ക് അതിന് പറയാൻ കഴിയില്ല. അത് അവർക്ക് ചിലപ്പോ പാളാൻ സാധ്യതയുണ്ട് തീർച്ചയായും. എല്ലാ ഷൂട്ടിലും ഉണ്ടാവും ഒരു ഡയറക്ടർ ജസ്റ്റ് വൺ മോർ ടേക്ക് എന്ന് പറയുമ്പോൾ ഒരു ക്യാമറാമാൻ അല്ലെങ്കിൽ സിനിമോട്ടോഗ്രാഫർ എന്നൊരു നിലയിൽ എന്തായിരിക്കും സാറുടെ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ എന്തായിരിക്കും അപ്പോഴത്തെ അവസ്ഥ? അതിനോട് കണക്ട് ആയി ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, പിന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. ആള് ചോദിച്ച പോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഈ ലാസ്റ്റ് ചെയ്ത മൂവിയിലാണ് ഏറ്റവും റിസ്ക് എടുത്ത് ചെയ്ത ഒരു ഷോട്ടൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങളെ ഇതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് റീടേക്ക് വരണ്ടാവും. ഇപ്പൊ രണ്ട് രീതിയിൽ വരാം. ചിലപ്പം നിങ്ങൾ കറക്റ്റായി മൂവ്മെന്റ് ഒക്കെ വെച്ച സാധനം ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് കൊണ്ട് റീടേക്ക് പോവാം. ആർട്ടിസ്റ്റ് ഒക്കെ കറക്റ്റ് പെർഫോം ചെയ്ത സൂപ്പറായ സാധനം ചിലപ്പോ ക്യാമറാമാന്റെ അല്ല ഫോക്കസ് പുള്ളറുടെ പ്രശ്നം കൊണ്ട് ഫോക്കസ് ആവാനായിട്ട് വരാം. അപ്പൊ അങ്ങനത്തെ ഇതില് വരുമ്പോ ഫൈറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഫൈറ്റില് പിന്നെ റീം, ബിബിൻ ജോർജും, ബിബിൻ ചേട്ടൻ നല്ല പെർഫോമറാണ്, പക്ക ആണല്ലോ, പ്രൊഫഷണലാണ്. റിയ പിന്നെ ഫൈറ്റ് ഒന്നും ചെയ്തില്ല, പിന്നെ ആക്ടിങ് നന്നായിട്ട് ചെയ്യും, സീരിയലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പരിപാടി നീ കണ്ടില്ല ക്ലൈമാക്സിൽ? അതില് ചെറിയ ഷോട്ട് നമ്മൾ ഓക്കെ ആണ സമയത്ത് പിന്നെ ശശിയേട്ടനായിരുന്നു ഫൈറ്റ് മാസ്റ്റർ. അപ്പോൾ പറയാം ഒന്നും കൂടി മാറ്റിയെടുക്കാറ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പ്ലസ് നല്ല ഷോട്ടില് ഫോക്കസ് അല്ലെങ്കിൽ ടെക്നിക്കലി ഇഷ്യൂസ് വന്നത് കാര്യം നമുക്കും കൂടി സാറ്റിസ്ഫാക്ഷൻ വരാൻ വേണ്ടിട്ടൊന്നും എല്ലാ ഷോട്ടും ശരിക്കും നമ്മൾ റീടേക്ക് വെക്കും, ഒരു സേഫ് വെക്കും. അതെ അതെ അതെ. അത് ഇപ്പൊ 4 ഷോട്ടിൽ ഏതാണ് എഡിറ്റർ യൂസ് ചെയ്യാന്ന് അറിയില്ല, എന്നാലും നമ്മള് പക്കാക്കി ഒരു ഷോട്ട് എടുത്ത് വെക്കും. ചില ഡയറക്ടർമാര് എന്താ പറയാ, ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് എന്താണ് വേണ്ടത് ആ ഷോട്ട് മാത്രം എടുക്കുള്ളൂ. ഒരു 3 ഷോട്ടാണെങ്കിൽ 3 ഷോട്ട് മാത്രം എടുക്കും. കാരണം അയാളെ എഡിറ്റിംഗ് കണ്ടിട്ടുണ്ട്, മനസ്സിലയാളെ എഡിറ്റിംഗ് ഉണ്ട്, എന്താ വേണ്ടത് അത് മാത്രമേ എടുക്കുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. ഷാഫി അങ്ങനെ എടുക്കുന്ന ആളാണോ? അല്ല സേഫിന് ഒരു 3 ഷോട്ട് എടുത്തു, ഒരു മിഡ്, ഒരു വൈഡ്, ഒരു ക്ലോസ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സേഫിനൊന്നും എടുത്തേക്കാം. അതില് നമ്മളെ കൂടുതൽ നിന്ന പടത്തിന് 2 ഡയറക്ടറായിരുന്നു, ഷാഫി എപ്പിക്കാടും ഷാനു കാക്കൂരും. അവര് തമ്മിൽ നല്ല സിങ്കാണ്. ഇവരെ രണ്ടാളെ ഇടയില്
ഈ പ്രൊജക്ട് ആക്ച്വലി ബിൽഡ് ചെയ്യുന്നതിന് ഞാൻ ഇടയിൽ നിന്നിട്ട് രണ്ടാളും പാടെ കൂട്ടിച്ചേർത്തിട്ടാണ്. നിങ്ങളാണ് അതിന്റെ അതെ, അതായത് ഇത് രണ്ട് പ്രൊജക്ട്, ഷാഫിന്റെ അടുത്തൊരു പ്രൊജക്റ്റും ഷാനുഖാന്റെ അടുത്തൊരു പ്രൊജക്റ്റും. അതായത് ഈ കഥ അല്ലല്ല, വേറെ തന്നെ. ഷാഫി പിന്നെ ഈ ഒരു കഥ ഉണ്ടായിരുന്നു, ഷാനുഖ വേറെ കഥ ഉണ്ടായിരുന്നു. അപ്പൊ ഷാനുഖാന്റെ പ്രൊജക്ട് ഒരു 4-4.5 CR ബഡ്ജറ്റ്. അതെ, ഇത് എന്ന് പറഞ്ഞാൽ ഒരു 3-3.5 ഉള്ളിൽ തീർക്കാന്നുള്ള നിലക്കായിരുന്നു. അതിൽ കുറച്ച് തീർക്കാന്നുള്ള പരിപാടിയിലാണ്. രണ്ടില് നായകൻ എന്ന് പറയണത് ബിബിൻ ജോർജ്, രണ്ടാളി നായകൻ ബിബിൻ ജോർജ്, രണ്ടാളും ക്യാമറമാനും ഞാനും. അപ്പൊ നമ്മള് മൂന്നാളും പാടെ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പൊ കിട്ടിയ പ്രൊഡ്യൂസർ വെച്ചിട്ട് നമുക്കൊരു ഇതാണ് ചെയ്യാം, ചെറിയ ബഡ്ജറ്റിൽ സാധനം ചെയ്യാം, എന്നിട്ട് അടുത്ത വരുമ്പോ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷാനുഖാനെ കൺവിൻസ് ചെയ്ത് ഇതിലേക്ക് കൊടുന്ന് രണ്ടാളും കൂടെ കൂട്ടിയിട്ടാണ് ഈ കൂടുതലുണ്ടാവുന്നത്. ഇതില് പിന്നെ ഷോട്ടുകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓൾറെഡി ഒരു ധാരണയിൽ എത്തിയിട്ടാണ് നമ്മളെത്തുന്നത്. പ്ലസ് എല്ലാ ഷോട്ടിന്റെയും ക്ലോസ്, വൈഡ്, മിഡ് എന്നുള്ള ഒരു പരിപാടി ഇല്ല. നമുക്ക് ആവശ്യമുള്ള ഷോട്ട് എന്താണോ അതെടുക്കുക, അതില് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അതെ അതെ അതെ. ഇവരെ ചെയ്ത ഇതിലും പ്രൊജക്റ്റില് അത് ഒരു വൺ പാളിച്ചയായി, അതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു ബി പ്ലാൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പാളിച്ചായിട്ട് നമുക്ക് പിന്നെ ഭയങ്കരമായി പാളിയിട്ട് പ്രൊജക്റ്റ് ഒന്നും ആയിട്ടില്ല, മോശമായിട്ടില്ല. പക്ഷെ നമുക്ക് തന്നെ തോന്നും, നമുക്ക് ഇനിയും ഇതിന്റെ പിന്നെ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നും അത് ചിലപ്പോ ഓഡിയൻസിനോ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനോ അറിയാൻ പോലാത്ത കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാവും, ഇപ്പൊ എനിക്ക് മനസ്സിലാവും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടർന്നുള്ള പ്രൊജക്ടുകളിൽ ഞാൻ ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, അങ്ങനെ സജീർക്കാക്ക് തോന്നിയിട്ടില്ലെങ്കിൽ സജീർക്ക എന്ന ടെക്നീഷ്യൻ തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സജീർക്ക് കൂടുതൽ ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, നല്ല വർക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. പക്ഷെ സജീർക്കാക്ക് ഇത് കംപ്ലീറ്റ് ആണ്, ഇതിന്റെ മാക്സിമം ഇനി ഒന്നും ചെയ്യല്ല എന്ന് തോന്നിയാൽ തീർന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാനാണെങ്കിലും ഫാഷൻ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ എനിക്ക് ഇതിന്റെ മുന്നത്തെ വർക്കൊന്നും ഇഷ്ടമല്ല, എന്താ ഞാൻ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ തോന്നല് വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മളില്ലേ അങ്ങനെ തന്നെയല്ലേ. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, അതാണ് നമ്മള് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് എല്ലാതും ഇപ്പൊ നമ്മൾ തിരിച്ച് ഇപ്പൊ നമ്മൾ തമ്മിൽ ഡിസ്കഷൻ ഉണ്ടല്ലോ, ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട്ഷിൽ എന്ന ഡിസ്കഷനിൽ നമ്മൾ പറയണം കൂടിയാണ്. കാരണം വെച്ചാല് ഞാൻ ചെയ്തൊരു സാധനം അടിപൊളിയായി കണ്ടാന്ന് പറയണേക്കെ പപ്പ നിങ്ങൾ ആ ഒരു അത് ഇപ്പൊ ഞാൻ നീ ഒരു വർക്ക് കാണിച്ചു തരാനടാ, അതില് ചെറിയ പ്രശ്നം കിട്ടോ എന്ന് പറയുമ്പോഴാണ് ആ ഒരു റിലേഷനും ഒരു ബോണ്ട് ഉണ്ടാവുക. പ്ലസ് നമ്മള് അതിനെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കും. ഒരു കാര്യമില്ലേ, ഞാനിപ്പോ ഓർക്കുന്നത് നമ്മളന്ന് കണ്ടപ്പോ നിങ്ങൾ എനിക്ക് ഫോണിൽ ഒരു വർക്ക് കാണിച്ചു തന്നു. ഐ മീൻ എന്താണ്, ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആണ്. പക്ഷെ ആ സാധനം ഞാൻ കാണുമ്പില്ലേ, അത് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ഒറ്റ ക്യാമറയാണ്, പക്ഷെ അത് ഭയങ്കര സിനിമാറ്റിക് ഫീൽ ആണ്. അതായത് സ്ക്രിപ്റ്റ് ഇട്ട് ചെയ്ത പോലെ ഭയങ്കര ഭംഗിയില്, അതായത് അവൈലബിൾ ആയ ഒരു ഹാള്, ഒരു റൂം അല്ലേ, അതിൽ ചെയ്തിരിക്കുന്ന അത് കാണാൻ എന്തൊരു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെയും ചെയ്യാം. അതായത് അതിലും സജീർക്ക് എന്ന പണ്ട് ആൽബം ചെയ്ത ആളുടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് നാട്ടിൽ വർക്ക് ചെയ്ത അല്ലെങ്കിൽ സിനിമ ചെയ്ത ആളുടെ ഒരു എക്സ്പീരിയൻസ് അതിൽ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നത് എക്സ്പീരിയൻസ് ആവുന്തോറും നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഈസിനെസ്സും കുറച്ചും കൂടെ ഒരു, അതായത് ഞാൻ പറഞ്ഞ മാരകമായ ഇപ്പത്തെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ ഒക്കെ ഒതുക്കം ഇതൊരു ടെക്നീഷ്യൻ ചെയ്യുന്ന ഒരു ഒതുക്കമുള്ള ആള് ആവശ്യമുള്ള ഒരു അതെങ്ങനെയാണ് ഈ വരുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് ഇതൊരു പ്രൊഫഷണൽ ആള് ചെയ്താണ് ആ വർക്ക് കണ്ട ഒരു നീറ്റ്നെസ് പറയും, ആ നീറ്റ്നെസ് ഉണ്ട്. അതെങ്ങനെയാണ് ആർജിച്ചെടുക്കുക? അതില് പിന്നെ ഞാൻ അത് നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മള് എപ്പോഴും ആ ഒരു ഫംഗ്ഷൻ എന്താണ് ആവശ്യം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു ഒക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതിലെന്താണ് അവർ ആഗ്രഹിക്കുന്നത്, അത് നമുക്ക് ഓരോ, അതിപ്പോ വളകാപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഇനിയിപ്പോ പിന്നെ മമോദീസ് മുക്കണ പരിപാടിയാണെങ്കിലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരിപാടിക്കാണെങ്കിലും, അവർക്ക് അതില് കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ഒന്ന് എംപോസ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ ഇതാക്കുന്നില്ല. പ്ലസ് നമ്മൾ എടുക്കുന്ന ഷോട്ടുകൾ എഡിറ്റിംഗ് മൈൻഡ് നിർബന്ധമാണ്. അതെ, നമുക്ക് ആ ഒരു അതിന്റെ ഒരു ഫൈനൽ ഔട്ട് നമ്മൾ എത്തുവാണ്. അപ്പോ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ഫ്രെയിം അത് വെച്ചാൽ മതി. ഒരുപാട് വാരി വലിച്ചു കൊടുത്തിട്ട് ഈ പിന്നെ ചിലപ്പോ പിന്നെ റീൽസിലൊക്കെ എഡിറ്റർമാര് തല ചൊറിഞ്ഞിരിക്കണ ഷോട്ടോ ഇതൊക്കെ കാണാം. നമ്മൾ അങ്ങനത്തെ ആവശ്യമില്ല. നമുക്ക് വൃത്തിയിൽ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ ചെയ്യുക, പ്ലസ് സിനിമാറ്റിക് കൂടെ ആവാം.
ആ ഒരു ഒരു ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ അതോടെ, അത് ഈ പുതിയ വരുന്ന കുട്ടികൾക്ക് കണക്ട് ആവാനാണ്. ഇപ്പൊ ഇവന്റ് ചെയ്യുന്നവർക്കും വെഡിങ് ചെയ്യുന്നവർക്കും ഒക്കെ സിനിമ ചെയ്യാന്നുള്ള ആഗ്രഹം ഉണ്ടാവാം. ഇത് രണ്ടും ചെയ്യുന്ന ആളെന്ന നിലയിൽ നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അവർക്കൊരു അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിട്ട്. അതായത് നമ്മൾ ഇപ്പോ ഷോർട്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ ഓക്കെ, ഒരു സിനിമാറ്റിക് ഇപ്പൊ നമ്മൾ ഇവന്റ് സിനിമാറ്റിക് ആവാന്നുള്ള ഒരു സിനിമാറ്റിക് രീതിയാണ് ഇത് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ഡിവിഷൻ ചെയ്യേണ്ടത്? ലൈറ്റിംഗ് ഒരു ഇമ്പോർട്ടന്റ് ഘടകം. അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു ലൈറ്റ് പോലും ഉപയോഗിക്കാത്ത സ്ഥലത്ത് പോലും നമുക്ക് ഈ ലൈറ്റിംഗ് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് നാച്ചുറൽ ലൈറ്റ് അത് യൂസ് ചെയ്യാം. അല്ല, ആ ഒരു മോഡ്, അത് കീ ലൈറ്റും ഹൈലൈറ്റും വി ലൈറ്റും എന്ന് പറഞ്ഞിട്ട്. പ്ലസ് നമ്മളെ ലെൻസിങ് വലിയൊരു ഇമ്പോർട്ടൻറ്റ്. അതെ, നമ്മൾ ആ വിഷ്വൽ കാണാന് ഇപ്പൊ നമ്മളാ സ്ക്രീനാണല്ലോ നമ്മളെ മുന്നിൽ, നമ്മളിത് എങ്ങനെയാണ് മീഡിയ കാണുക. ഇപ്പോഴത്തെ കാലത്ത് മെയിൻ ആയിട്ട് ക്ലോസ് ഷോട്ടുകളാണ് എപ്പോഴും ഇപ്പോ കുറച്ചും കൂടി ഇത്. കാരണം ചില ആളുകള് വിദൂരത്തു നിന്നല്ല കാണുന്നത്, വളരെ ക്ലോസ് ആയിട്ട് കാണുന്നത്. അപ്പൊ അത് അവർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പൊ നമ്മള് ഷോട്ടുകളൊക്കെ എടുക്കുന്ന സമയത്ത് വൈഡ് വേണ്ടെന്നല്ല, വൈഡ് വേണം, ആ ഒരു എസ്റ്റാബ്ലിഷിങ് വേണം. കാരണം ഒരു പ്ലസ് നമ്മൾ നല്ല ക്ലോസ് ഒരു 85 റേഞ്ചിൽ ലെൻസുകളൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല മോൾഡ് ചെയ്ത പടം, മോൾഡിംഗ് തന്നെ പറയാം. അതാണ് ലൈറ്റിങ്ങും ലെൻസിങ്ങും കൂടെ വരുമ്പോഴാണ് പിക്ചർ മോൾഡിംഗ് ഉണ്ടാവുക. ഒരു 3 ഡയമെൻഷൻ ആണ് അതിന്റെ ഒരു സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും ക്യാമറയും, ഈ മൂന്നും പാടുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഓക്കെ, അത് അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഫോട്ടോഗ്രാഫി ആണെങ്കിലും ഇവന്റ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും, ഫോട്ടോഗ്രാഫി എന്നൊരു ഫീൽഡ് തന്നെ നമുക്ക് ഫേവറേറ്റ് പാർട്ട് ഉണ്ടാവുമല്ലോ. സാറിന്റെ ഫേവറേറ്റ് പാർട്ട് ഏതാണ്? ലൈറ്റിംഗ് ആണോ, ഷൂട്ടിംഗ് ആണോ, അത് ഇനി എന്തെങ്കിലും? ഇതെല്ലാം നമ്മളെ ഒരു പാർട്ടാണ്. ഇതൊക്കെ സംഗമിക്കുന്ന ഒരു സംഭവമാണല്ലോ ഔട്ട് എന്ന് പറയുന്നത്. ഇഷ്ടമാണ് ലൈറ്റിംഗ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ അതിനൊക്കെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. നമ്മൾ ഒരുപാട് അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആക്ച്വലി ഇപ്പൊ ഗാഫർ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ്. നമുക്ക് എന്താണ് ഇപ്പൊ നമ്മൾ എന്താണ് ഡയറക്ടർ നമ്മളോട് കാര്യം പറഞ്ഞു, നമ്മളതിനെ ഉൾക്കൊണ്ട് നമ്മളൊരു മൂഡ് ഉണ്ടാക്കി നമ്മൾ ഈ ഗാഫർ ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ അവരാണ് ഇത് കൈകാര്യം ചെയ്യുക. അപ്പോൾ ലൈറ്റിംഗ് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇപ്പോഴാണല്ലോ നമുക്ക് ഇത്തിരി വലിയൊരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഒത്തിരി ആളുകളെ കൂടെ പിന്നെ ആളുകൾക്ക് കമന്റ് ചെയ്യാനുള്ള ഒരു അവസരം വരുന്നത്. മറ്റേതൊക്കെ നമ്മൾ തന്നെയാണല്ലോ, നമ്മൾ തന്നെ ലൈറ്റ് വലിച്ചുകൊണ്ട് പോയി, നമ്മൾ തന്നെ വെച്ച്, നമ്മൾ തന്നെ ഇന്റർവ്യൂ ഇടുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഷോർട്ട് ഫിലിം. ആ സമയത്തൊക്കെ നമ്മളെല്ലാം പാഷനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവരും ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇപ്പോൾ ആർട്ട് ആയിക്കോട്ടെ, കോസ്റ്റ്യൂമർ ആയിക്കോട്ടെ, മേക്കപ്പ്, ലൈറ്റിങ്ങിന് തന്നെ ഇപ്പോൾ ഗ്രിപ്പ് ലൈറ്റിങ് 2 ഗ്രൂപ്പാണ്. നമ്മുടെ ഈ ട്രാക്ക്, ട്രോളി, പിന്നെ ജിബ്, ക്രെയിന്, അതൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ. അതിന് ഗ്രിപ്പ് എന്ന് പറയും. ലൈറ്റിങ്ങിന് പറഞ്ഞാൽ ഒരു ഗാഫർ ഒരു ടീമുണ്ട്. ഒരു ചീഫ് ഗാഫർ ഉണ്ടാവും, അവൻ്റെ കൂടെ ഒരു അസിസ്റ്റൻസുകൾ 10 ആളുണ്ടാവും. അപ്പൊ നമുക്ക് എന്താണോ ആവശ്യം വെച്ചാൽ നമ്മൾ നമ്മുടെ അസോസിയേറ്റിനോടാ പറയണത്. എൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ടാവും, ഈ അസോസിയേറ്റും പാടെ ഡിസ്കസ് ചെയ്തിട്ടാണ് അവർ തമ്മിലാണ് ലൈറ്റിങ്ങിന്റെ പരിപാടികൾ. അപ്പൊ ലൈറ്റിങ് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനെ നമുക്ക് റിയലിസ്റ്റിക് ആക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നമുക്ക് റിയലിസ്റ്റിക് ആക്കാൻ പറ്റും. അതെ, ലൈറ്റിങ് ഉണ്ടാവും, പക്ഷെ അവിടെ നമുക്ക് വിഷ്വലി കാണുമ്പോൾ അതൊരു റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യാന്നുള്ള. ലൈറ്റിങ്ങിനെ കുറിച്ച് ഇപ്പൊ എൻ്റെ ഒരു ബേസിക് നോളജ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കി കാണുന്നതൊക്കെ ശരിക്ക് നമുക്ക് ലൈറ്റിങ് നമ്മളെ മൈൻഡിലുണ്ടല്ലോ. നമ്മൾ ഫ്രെയിമും ലൈറ്റും നമ്മളെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് പോകുമ്പോഴൊക്കെ നമുക്കത് ഇങ്ങനെ കിട്ടും. അതാണ് നമ്മൾ യാത്രകളിലൂടെ, നമ്മളൊരു മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു ട്രെയിനിൽ പോകുമ്പോൾ, ഒരു ബസ്സിൽ കയറുമ്പോൾ, ആ സിറ്റുവേഷൻസ് ഒക്കെ നമ്മളെപ്പോഴും അതായത് നമ്മൾ സിനിമോഗ്രാഫർ ആയിട്ട് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യണം, യാത്രകൾ ചെയ്യണം. നമുക്കിപ്പോ ഒരു തട്ടുകടന്റെ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു സംഭവം നമുക്ക് കയറി, അവിടെ ആ ഒരു പിങ്ക് കളർ ലൈറ്റ് ഉണ്ടാവും, അതൊരു പച്ച ഉണ്ടാവും, അവിടെ ബാക്കിൽ ഒരു ഗോൾഡൻ കളർ സാധനം. എപ്പോഴും നമുക്കത് ഇപ്പൊ ഇരിക്കുമ്പോ നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവാൻ പറ്റും എവിടുന്നാണ് കീ ലൈറ്റ് വന്നിരിക്കുന്നത്, എവിടുന്ന ഹൈലൈറ്റ് വന്നിരിക്കുന്നത്, എവിടുന്ന ഫില്ല് വന്നിരിക്കുന്നത്. ഈ ഒരു ഇത് തമ്മിലുള്ള ഒരു കളി തന്നെയാണ് ഈ മെയിൻ പരിപാടി. ഈ ഹൈലൈറ്റും ഈ കീ ലൈറ്റും ഫിൽ ലൈറ്റും ബേസിക് എന്ന് പറയുന്നത് ഒറ്റ കാര്യമാണ്. ഞാൻ നമ്മൾ മുമ്പൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ വെച്ചാൽ, പിന്നെ അതിൻ്റെ നമ്മളോട് സീനിയർ പറഞ്ഞ് തന്നാണ്. ഞാൻ അങ്ങനെ ഇതേ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു, ഈ ലൈറ്റിങ് എങ്ങനെ പഠിക്കുക എന്നുള്ളത്. അപ്പം അയാൾ പറഞ്ഞ ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ, കോഴിമുട്ടല്ലേ, കോഴിമുട്ട നമുക്ക് ഒരു ക്യാൻഡിലിൽ, പിന്നെ കാൻഡിൽ കത്തിച്ചിട്ട് ക്യാൻഡിൽ വെക്കുക. അപ്പം മുട്ട അങ്ങനെ ഇതുമ്പോൾ നിൽക്കുമല്ലോ, മുട്ടത്തോട് കേട്ടോ.
എന്നിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക. ഉം. ഓക്കെ, എന്നിട്ട് ഈ എഗ്ഗിനെ ഇതിങ്ങനെ മൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു മോൾഡിങ്ങും അതിന്റെ എവിടെയൊക്കെയാണ് സാധനങ്ങൾ, അപ്പൊ അതവിടെ വെച്ചു. എന്നിട്ട് അടുത്തൊരു ക്യാൻഡിൽ വെച്ചു, ഇവിടെ കത്തിച്ച് വെച്ചു. അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനെ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇത്രയും ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ, ലൈറ്റ് ഉണ്ടെങ്കിൽ അത്ര സൗകര്യം. പക്ഷെ ഞാൻ പറഞ്ഞ അന്ന് ഞാൻ ചെയ്തൊരു കാര്യം അതാണ് വെച്ചാൽ, നമ്മള് പിന്നെ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് ആ ക്യാൻഡിൽ ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കും. അപ്പൊ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ലൈറ്റ് വരുന്നത്. അങ്ങനെ പ്ലസ് നമ്മളെ യാത്രകള് നമ്മൾ പോകുമ്പോ ഒക്കെ ഗ്രാസ്പ് ചെയ്തെടുക്കുക. അതാണ് ലൈറ്റിങ്ങിന്റെ സിറ്റുവേഷൻ ആണ്. നമ്മളൊരു ഓരോന്നിനും ഓരോ മൂഡ് ഉണ്ടല്ലോ. നമുക്കിപ്പോ ഒരു മരണ വീടാണെങ്കിൽ അതിന്റെ ഒരു സെലിബ്രേഷൻ മൂഡാണ്, അതൊരു വെഡിങ്ങിന്റെ ഒരു പാറ്റേൺ ആണ് അത്, അല്ലെങ്കിൽ ഒരു മർഡർ, ഒരു ക്രൈം ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ ആളുകളെ ഈ ഒരു സ്റ്റോറി പറഞ്ഞു പോയിട്ട് മ്യൂസിക് ചെയ്തിട്ടോ കാര്യമില്ലല്ലോ. വിഷ്വലി ആ ഒരു മൂഡിലേക്ക് ആളുകളെ കൊണ്ടുവരുമ്പോഴാണ് ആളുകൾ അതിലേക്ക് മുഴുകിയിട്ടുണ്ടാകും. ഇപ്പൊ നമ്മളെ കൂടുതൽ തന്നെ ഞാൻ 2-3 പാറ്റേൺ കളർ പിടിച്ചിട്ടുണ്ട്. അതായത് തുടക്കത്തില് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ഒരു തമിഴ്നാട് പോർഷൻ വേറെ തന്നെ ഒരു കളറാണ്. അപ്പൊ നമ്മളെ മൈൻഡിൽ ആ ഒരു തമിഴ്നാട്ടിക്ക് ആളുകൾ കാണുമ്പോ ആ ഒരു മഞ്ഞ കളറും ആ ഒരു സംഭവം വരിക എന്നുള്ളതുണ്ട്. പിന്നെ നമ്മളെ ക്യാമ്പിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ഫ്രഷ് മൂഡാ, ഗ്രീനിഷും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ അതിൽ നമ്മള് പിന്നെ ഒരു നൈറ്റ് പോർഷനാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലാണ് ഷൂട്ട് ചെയ്ത് ഡേ ലൈറ്റിലായിരുന്നു. അതെ, ഡേ ഫോർ നൈറ്റിലായിരുന്നു. അതെ, ഡേ ഫോർ നൈറ്റ് ചെയ്യാൻ വലിയ വെല്ലുവിളി കേട്ടോ. കാരണം നമുക്കത് പിന്നെ ആ ഒരു പകലിനെ രാത്രി ആക്കണം. ഇത് കാണുന്നത് ഇത്രയും പിന്നെ ഈ സിനിമനെ കുറിച്ചും ഇത്രയും മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ഓഡിയൻസിലേക്കാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് എന്തെങ്കിലും കാട്ടിക്കൂട്ടിട്ട് അതിന്റെ എക്സ്ട്രീം റിയാലിറ്റിക്ക് തോന്നിക്കുക എന്നല്ല. രാത്രിയാണ് ഷൂട്ട് ചെയ്തിരിക്കണമെന്നില്ല, പകലാണ് ചെയ്തിരിക്കണമെന്ന് ഓഫ് കോഴ്സ് മനസ്സിലാവും. പക്ഷെ അതില് നമ്മളൊരു മനസ്സിലാവും പറഞ്ഞാൽ ടെക്നോളജി അല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. അല്ല, എന്നാലും ഇനിയിപ്പോ ഓഡിയൻസിന് മനസ്സിലാവാണെങ്കിൽ തന്നെ അതിലൊരു പരമാവധി നമ്മള് നീതി പുലർത്തുക എന്നുള്ളതുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് പക്ഷെ നന്നായിട്ടുണ്ട്. അങ്ങനെ ഇല്ല. അത് പലരും പറഞ്ഞു, നമുക്കത് അന്ന് വെതറൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് എന്നല്ല, ആ മൂവിയില് ക്യാമറ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് തോന്നുന്നു അത് ഞാനല്ല, എല്ലാരും നന്നായി അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതെ. ഇപ്പൊ നിങ്ങളൊരു ഫസ്റ്റ് ചെയ്യുന്ന ആള് വന്ന് ചെയ്താന്നുള്ള ഇല്ല. എനിക്ക് പിന്നെ അതില് ഫസ്റ്റ് നമ്മളെ ട്രെയിലർ ഇറങ്ങിയ സമയത്തിന് ഒരു അപ്രിസിയേഷൻ കിട്ടിയെന്ന് വെച്ചാല്, സുഖു സാറ് വിളിച്ചു, ക്യാമറമാൻ സാറ് ഡയറക്ടർക്ക് വിളിച്ചിട്ട് പറഞ്ഞു ആരാ ക്യാമറ ചെയ്ത് ചോദിച്ചു. അങ്ങനെ ഷജീർ പപ്പ പുള്ളിന്റെ നമ്പർ എന്താണെന്നാണ്. സാറ് ഞാൻ ഡയറക്റ്റ് കോൾ ചെയ്തു, എന്നോട് ചോദിച്ചു പിന്നെ എവിടെയാണ്, എന്താണ് കാര്യങ്ങൾ, ആരെ കൂടെ വർക്ക് ചെയ്തിരുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഒരു ചെറിയൊരു പ്രശ്നം എനിക്ക് മനസ്സിലായ കാര്യം, എപ്പോഴും ഏതെങ്കിലും ഒരു സീനിയറുടെ കൂടെ വർക്ക് ചെയ്ത ഒരാൾക്ക് ഒരു വേറെ വാല്യൂ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ സാർ അതുകൊണ്ട് അടുത്ത് ചോദിച്ചു ആരെ കൂടെ. സാറേ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആരെ കൂടി വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ, ഫ്രെയിമും കമ്പോസിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്, ഓക്കെ പിറ്റപ്പ്. അത് ഒരിക്കലും ഞാൻ പിന്നെ എക്സ്പെക്ട് ചെയ്യാത്തൊരു കോളായിരുന്നു അത്. കാരണം അതുപോലെ തന്നെ പടം ഇറങ്ങിയ സമയത്ത് ചെന്നൈയിൽ നിന്ന് ഒരു ടീം വിളിച്ച് അവര് പിന്നെ പടം ഒന്ന് ഫുള്ളായിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കൊച്ചിക്ക് വന്നോളൂ. എന്നിട്ട് പടം കണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ട് ചെന്നൈയിലെത്തി, ഞങ്ങളെ തിരിച്ച് ചെന്നൈക്ക് കൂട്ടി പുതിയൊരു പ്രൊജക്ട് നമ്മളെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സാർ ഇപ്പൊ കറന്റ്ലി GCCയിലും ഇന്ത്യയിലും നാട്ടിലൊക്കെ ആയിട്ട് ഒരുപാടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ എങ്ങനെയാണ് ഇതെല്ലാം ഒന്നിച്ച് മാനേജ് ചെയ്യണത്? എങ്ങനെയാണ് ഈ പ്രൊജക്ട് മാനേജ്മെന്റ്സ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്? നമ്മള് ഒരു ടീം ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, നമുക്ക് നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കാൻ പറ്റിയ ഒരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പറഞ്ഞ് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആണ്, പ്ലസ് നമ്മളൊരു കമ്പനിയെ ഒരു ബ്രാൻഡ് ആക്കിയിട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബ്രാൻഡിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ടീം ഒക്കെ എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ നമ്മൾ ഖത്തറിൽ ലാസ്റ്റ് 10 years ആയിട്ടുണ്ട്, ഇപ്പൊ ദുബായിൽ ലോഞ്ച് ആയിട്ടുണ്ട്, ഇപ്പൊ ഇനി അടുത്ത ഒരു ഒമാന്, സൗദി, അങ്ങനെ ആ ഒരു റേഞ്ചിൽ കൂടി പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട് നെക്സ്റ്റ് ഇയേഴ്സിൽ. രണ്ടും കൂടെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാല് മാനേജബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതാ പറഞ്ഞത്, നമ്മളെ നല്ല ഒരു ടീം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പൊ ഖത്തറിലല്ലാതെ ദുബായിൽ വന്നൊരു പുതിയ പ്രൊജക്ട് ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ പ്രൊജക്ട്? മീഡിയ പ്രൊഡക്ഷൻ തന്നെയാണ്. കമ്പനിന്റെ പേര് കിങ് ജി പപ്പ. ഖത്തറിലുള്ള സ്ഥാപനത്തിന്റെ പേര് പപ്പ മീഡിയ എന്നാണ്. ഇവിടെ
കിങ് ജി പപ്പ ഒന്ന് ഇവന്റ്സ്. മാറ്റം അതെ അതെ, മാറ്റം നമ്മൾ വരുത്തി. ഇവന്റ്സും കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ പാർട്ട്നേഴ്സ് ഇവന്റിൽ ഓൾറെഡി അഡ്വർടൈസ്മെന്റ് മേഖലയിലുള്ള. ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, അപ്പൊ അതുകൂടി മീഡിയ പ്ലസ് ഇവന്റ്സ്, അങ്ങനെയാണ് പ്ലാൻ. ഈ ബിസി ലൈഫിന് ഷെഡ്യൂൾ ചെയ്ത് പോവാൻ കുറച്ച് ടൈം വേണോ അതോ നോർമലി എല്ലാം ഇല്ല അങ്ങനെ Simple ആണോ? അത് പിന്നെ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നതിനനുസരിച്ചാ. എനിക്കിത് ഭയങ്കര ബിസി ആയിട്ട് കാണിക്കാൻ പറ്റും വേണമെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര ചാടട്ട് നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ അതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാണെന്നാണ് ഞാൻ പറയുള്ളൂ. ഇതിനൊന്നും വലിയ സംഭവമൊന്നുമില്ല. നമുക്ക് എല്ലാം നമ്മൾ പാരലായിട്ട് കൊണ്ടുനടക്കാന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്ക് സൗഹൃദം വേണം, ഫാമിലി വേണം, അതുപോലെ പ്ലസ് നമ്മളെ പ്രൊഫഷനും വേണം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുപോകാം. ജോലിക്ക് അതിൻ്റെതായ ടെൻഷനും സമയം കണ്ടെത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഫാമിലിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ നമുക്ക്, ബാക്കി പേഴ്സണൽ സൗഹൃദങ്ങൾക്ക് ഉള്ള സമയം അതും കണ്ടെത്തുക. ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് നല്ലോണം ഉണ്ടെന്ന് തീർച്ചയായും 100%. അത് എല്ലാരും പറയുന്നത് പോലെ തന്നെയാണ്. ഫാമിലിന്റെ സപ്പോർട്ട് ഒരു പിന്നെ ഫോട്ടോഗ്രാഫർക്ക് എന്നല്ല, ഏതൊരു പ്രത്യേകിച്ച് വ്യക്തിക്കും ആവശ്യം. ക്രിയേറ്റീവ് അതെ അതെ പ്രത്യേകിച്ച് ഒന്ന് ക്രിയേറ്റീവ് അതെ അതെ അതെ, ജോലി ചെയ്യുന്ന എല്ലാവർക്കും കുറച്ച് തീർച്ചയായും ആണ്. ഒരു പേഴ്സണലി ഒരു വ്യക്തിനെ അടുത്ത് പറയുകയാണെങ്കിൽ ഇനിയിപ്പോ അവൻ എന്ത് അതെ, ചെയ്താലും ഒരു ഫാമിലി സപ്പോർട്ട് പറഞ്ഞ വലിയൊരു കാര്യം. അത് നിർബന്ധമാണ്. അത് നമ്മളൊക്കെ അതിൽ വളരെ ഹാപ്പിയാണ്. ഉമ്മ ആയിക്കോട്ടെ, ഉപ്പ ആയിക്കോട്ടെ, പിന്നെ വൈഫ് ആയിക്കോട്ടെ, എല്ലാവർക്കും നമ്മൾ ഈ ജോലിയാണ് ചെയ്യുന്നത്, നമുക്കൊരു തിരക്കുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ ഒക്കെ അതിൽ സപ്പോർട്ട് ചെയ്യാനോ അവർ ശ്രമിച്ചിട്ടുണ്ട് ഇതുവരെ. ഓക്കെ, അത് കണക്ട് ആയിട്ട് ചോദിച്ചു. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ വരുമ്പോൾ മലപ്പുറത്ത് നിന്നൊക്കെ ഒരു ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാതിരി വീട്ടിലും അല്ലെങ്കിൽ റിലേറ്റീവ്സിനും കൂട്ടുകാർക്കൊക്കെ ഒരു ഈ ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഇത്ര ഭയങ്കര ഷോ ഓഫ് കാണിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ കളർഫുൾ ലൈഫ് അല്ലല്ലോ. അപ്പൊ അന്ന് എതിർപ്പുകൾ ഉണ്ടായിരുന്നോ? അല്ല എല്ലാവരും തീർച്ചയായും. അതായത് നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഇതിനെ നമുക്ക് കിട്ടുക. അതായത് നമ്മളെ പണി അയ്യോ എന്നുള്ളൊരു തോന്നല് വരിക. ഫോട്ടോഗ്രാഫർക്ക് ഒരു വില കുറവായിരുന്നു. ഇപ്പോഴാണ് ആളുകൾക്ക് പിന്നെ ഇത് കൊണ്ട് പരിപാടി നടക്കേണ്ടത് മനസ്സിലായി. കാരണം വെച്ചാല് അതെ അതെ, ഇത് നമ്മളൊക്കെ ഒരു പാഷനും പ്ലസ് ബിസിനസ്സും കൂടി ആക്കിയിട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പാഷനാണ് മാത്രം ഞാൻ താടി നീട്ടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോകും. പക്ഷെ പ്ലസ് ഇതിനൊരു ബിസിനസ് സാധ്യതയും കണ്ടെത്തിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചുള്ളത്, ഞാൻ ഇപ്പൊ ഈ ആൽബങ്ങൾ ചെയ്തതും ഷോർട്ട് ഫിലിം ചെയ്തതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതില് ഒരു പിന്നെ ഇതിന്റെ ടോപ്പിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ അതെ അതെ, അപ്പൊ നമ്മൾ ആ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക അതിന്. അപ്പോ എന്തായി, ഓ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന ആളാട്ടോ, ക്യാമറ പിന്നെ ആൽബം ചെയ്യുന്ന ആളാണ്, ഓനെ ഏൽപ്പിക്കുക. മനസ്സിലായി? അത് അവിടെ ഒരു ബിസിനസ് ആണ്. അപ്പൊ നമ്മളെ പാഷനുമായി ബിസിനസ്സുമായി. അങ്ങനെയാണ്. ഇപ്പൊ സിനിമ ആണെങ്കിൽ കൂടി അങ്ങനെ തന്നെ പറയാം. അതെ അതെ, ഇപ്പൊ നമ്മൾ ദുബായിലൊക്കെ വന്ന സമയത്ത് ഇപ്പോ എല്ലാരും പറയുമ്പോ തന്നെ നമുക്കൊരു പ്രൗഡാണ്, സിനിമ ചെയ്ത ക്യാമറാമാനാണ്. അതെ അതെ അതെ, അപ്പൊ അതൊരു ബിസിനസ് സാധ്യതയും കൂടിയാണ്. എന്റെ ആഗ്രഹമാണ്, പ്ലസ് ബിസിനസ് സാധ്യതയാണ്. അതെ അതെ. ഇപ്പോഴത്തെ ജനറേഷനിലെ പാരന്റ്സ് കുട്ടികളുടെ എല്ലാ ഇഷ്ടത്തിനും സപ്പോർട്ട് ചെയ്യണ ഒരു ആൾക്കാരല്ല, കുറച്ചുപേര് മാത്രമേ സപ്പോർട്ട് ചെയ്യായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പാരന്റ്സ് ഒരു കുട്ടി എനിക്കൊരു ഫോട്ടോഗ്രാഫർ ആവണം അല്ലെങ്കിൽ എനിക്കൊരു സിനിമയെ കുറിച്ച് പഠിക്കണം എന്ന് പറയുമ്പോൾ ഉള്ള പാരന്റ്സിന്റെ റിയാക്ഷൻ എങ്ങനെയാവണം? അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം? മാക്സിമം ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടിയാലേ ഫ്യൂച്ചറിൽ അവർക്കൊരു നല്ല ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഏതൊരു ഫീൽഡിലാണെങ്കിലും സക്സസ് ആവാൻ പറ്റുള്ളൂ. നowadays അത് ഭയങ്കര കുറവാണ്. എല്ലാവരുടെയും ആഗ്രഹം മക്കള് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷനിൽ പോകണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എന്താ പറയാനുള്ളത്? ആ സിറ്റുവേഷനിൽ പറയാന്ന് വെച്ചാല് ഈ കുട്ടീന്റെ താല്പര്യം ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. ആ കുട്ടീൻ്റെ കഴിവ് എന്താണോ എന്ന് കണ്ടെത്തിയിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് ചിലപ്പോൾ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച കിട്ടൂല. ഫോഴ്സ്ഫുള്ളി ഒരു അല്ലെ, അത് ലൈഫ് ലോങ്. ഇപ്പോഴും എത്രയോ പിന്നെ ഹൈ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകളും ഫോട്ടോഗ്രാഫി പാഷനായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. എഞ്ചിനീയർമാര് ഫോട്ടോഗ്രാഫർമാരില്ലേ, ഡോക്ടർമാര് ഫോട്ടോഗ്രാഫർമാരില്ലേ. ഫോട്ടോഗ്രാഫി ഒഴിവാക്കിയിട്ട് പൈലറ്റ് ജോലി ചെയ്യുന്ന പിന്നെ നമ്മളൊരു സുഹൃത്തുണ്ട് ബാബു പറഞ്ഞിട്ട്, ഇവിടെ ഷാർജയിൽ തർക്കീസ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. കാരണം അവന്റെ പാഷൻ ഇതാണ്, പൈലറ്റാണല്ലോ. പക്ഷെ പൈലറ്റ് ആയത് ചിലപ്പോൾ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഫോട്ടോഗ്രാഫി ശരിക്ക് രണ്ട് നിലക്കും കൊണ്ടുനടക്കാം. പാഷനായിട്ടും പ്രൊഫഷണലായിട്ടും ഒരുപോലെ കൊണ്ടുനടക്കാൻ പറ്റിയത്, എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്.
അതാണ് നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫിന്റെ ഒരു ഗുണം. അതായത് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇയാളുടെ ചോദ്യത്തിന് ആൻസർ ആയിട്ട് തോന്നുന്നത് അഞ്ജന പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇപ്പോ ഫോട്ടോഗ്രാഫർ എന്നല്ല ഏതൊരു ജോലിക്കും ഇല്ലേ ഒരാൾ ഇഷ്ടത്തോടെ ഒരു ജോലി ചെയ്യുമ്പോഴാണ് അതിൽ സക്സസ് റേറ്റിന്റെ സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ മടുപ്പുകളും അല്ലെങ്കിൽ വിഷമങ്ങളും, അതാണ് പ്രൊഫഷൻ ബൈ ഇങ്ങനെ ക്വിറ്റ് ചെയ്ത് പോകുന്നത്. ഫോട്ടോഗ്രാഫറായി വന്ന ഒരാൾ അത് ആ ഫീൽഡിൽ നിന്ന് സ്വിച്ച് ചെയ്ത് വേറെ ജോലിക്ക് പോയത് അപൂർവം ആളുകളെ ഉണ്ടാവാറുള്ളൂ. മനസ്സിലായോ? അപ്പോ എനിക്ക് തോന്നുന്നു ഈ ഫീൽഡിൽ വരുന്നവരെന്നല്ല ഏത് ഫീൽഡും അത് ഇഷ്ടമുള്ളത്. ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട്, അതായത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അത് നമ്മളുടെ ഒരു വിഷനാണ്. ശരിക്കും നമ്മള് ഈ ചിത്രത്തിലൂടെയുള്ള കഥ പറച്ചിലാണ്. ഇതിനെ ഇവന്റും ഇതൊക്കെ മാറ്റി നിർത്തിയാൽ ഇതിന് വേറെ തലം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ഇതിനെ ആർട്ടിസ്റ്റിക്കലി നമ്മൾ കൊണ്ടുവരുമ്പോ നമ്മളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു സംഭവത്തിനെ പബ്ലിക്കിലേക്ക് എത്തിക്കുമ്പോൾ അതിലൂടെ ഒരു കഥ പറയാന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പൊ ഫോട്ടോഗ്രാഫി എപ്പോഴൊരു എനിക്ക് മമ്മൂട്ടിക്ക് നല്ല ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫി. പുള്ളി എപ്പോഴും സെറ്റ് എടുക്കുന്നതാണ്. പിന്നെ വേറെ ഡോക്ടറാക്കാൻ വീട്ടുകാർ ഡോക്ടർ എഞ്ചിനീയർ അത് മാത്രം പോലും ഒരു സൊസൈറ്റി ആകുമ്പോൾ എല്ലാവരും വേണം. ഡോക്ടർ വേണം, എഞ്ചിനീയർ വേണം, പോലീസ് വേണം, എല്ലാതും കൂടിയതാണ് ഒരു സൊസൈറ്റി. ഇല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, എല്ലാവരും വേണം. എനിക്ക് പിന്നെ ഇനി പുതുതലമുറകളോട് അല്ലെങ്കിൽ ഇപ്പൊ ഫോട്ടോഗ്രാഫിക്ക് ഇറങ്ങി വരാനുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യം, എഡ്യൂക്കേഷൻ ഇതിന്റെ വലിയൊരു ഘടകമാണ്. ഇപ്പൊ നമ്മൾക്കൊക്കെ ഒന്ന് അതിന് വലിയൊരു നമ്മളെ സ്വയം മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും ഞങ്ങളെ യുക്തി കൊണ്ട് ഇത്ര കാലം ഇങ്ങോട്ട് പിടിച്ചു നിന്നായിരിക്കും. പക്ഷെ ഇനി അല്പം അങ്ങനെ സാധിച്ചോളണമെന്നില്ല. അപ്പോൾ വിദ്യാഭ്യാസം നിർബന്ധമാണ്. മിനിമം ഡിഗ്രി എങ്കിലും എടുക്കുക, ലാംഗ്വേജ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ളൊരു സമയം കണ്ടെത്തുക എന്നൊക്കെ എനിക്കിപ്പോൾ അതിൽ പുതിയ ആളുകളോട് പറയാനുള്ളത്. നമ്മളൊക്കെ എന്ന് വെച്ചാല് എഡ്യൂക്കേഷൻ കുറവാണെങ്കിലും നമ്മളെ യുക്തി കൊണ്ട് നമ്മൾ ഇവിടെ വരെ എത്തി. ആ കാലഘട്ടം കൊണ്ട് ചിലപ്പോൾ ഇതായിരുന്നു. ഇന്ന് അത് നടക്കില്ല. അപ്പോൾ ഇന്ന് എഡ്യൂക്കേഷൻ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എഡ്യൂക്കേഷനും കൂടി പാരലി ചെയ്യാൻ ശ്രമിക്കുക. ഇനി അപ്കമിങ് പ്രൊജക്റ്റുകൾ വരുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഇതിന്റെ കൂടെ എനിക്കറിയാം നല്ല ബിസിയാണ്, ഇവിടെ ചെയ്യുന്നുണ്ട്, ഖത്തറിൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ പുതുതായി വരുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഇപ്പോ ഒരു തമിഴ് തരം എന്നൊരു മൂവി നമ്മൾ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പ്ലസ് ഷാഫി എപ്പിക്കാടിന്റെ ഒരു സിനിമ ഒരാൾ കൂട്ടം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദുബായിലാണ് 80% ഓഡീഷൻ നടന്നു. പിന്നെ ഷിബു ശേഖർ ഷാനു കക്കൂരുമാടെ ചേർന്നിട്ട് ഒരു സിനിമ വരുന്നുണ്ട്. എല്ലാം ഡിസ്കഷൻ ലൈനപ്പിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇയർ ലാസ്റ്റും അല്ലെങ്കിൽ അടുത്ത ഇയർ ഒക്കെ ആയിട്ട് ഒന്ന് രണ്ട് പുതിയതായി വരുന്ന ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് വരുന്ന കുട്ടികളോട് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ചെറിയൊരു അഡ്വൈസ്, സിനിമ ഈവന്റ് ഒക്കെ ചെയ്യുന്ന ആളെന്ന നിലയിൽ? ഈ ഫീൽഡിലേക്ക് പുതുതായിട്ട് വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള വെച്ചാല്, പിന്നെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പാഷനേറ്റ് ആയിട്ട് ചെയ്യാം. റെസ്പോൺസിബിലിറ്റി നിർബന്ധമാണ്. ഒരു ഏറ്റവും വലിയ കാര്യം അതാണ്. ഓൺ ടൈമിൽ എത്തുക. ഫോണ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിന് പക്ക റെസ്പോണ്ട് ചെയ്യാം. വാട്സപ്പിലാണെങ്കിലും അതിന്റെ നമുക്ക് ക്ലയന്റുകളോട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മള് ആരോട്ടാണെങ്കിലും അത് ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുക. നമ്മളൊരു അതന്നെ പറയാനുള്ളത് റെസ്പോൺസിബിൾ ആവാന്നുള്ളത് തന്നെയാണ്. വലിയ വലിയ ടാലൻസ് ആയ ആളുകളാണ്. അതെ ഇതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് താഴെ പോയ ചരിത്രമുണ്ടല്ലോ. അതാണ് പറഞ്ഞത്. എന്തിലും ഡെഡിക്കേഷൻ നിർബന്ധം. ഷജീർഖാനെ പരിചയപ്പെടാൻ പറ്റിയതിലും ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സത്യം പറഞ്ഞല്ലേ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഒരു ബിസിനസ് തുടങ്ങി അത് സക്സസ് ആകുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ പോലെ ഇവന്റും വെഡിങ് ഒക്കെ എടുത്ത് വന്ന ഫോട്ടോഗ്രാഫർമാർ പിന്നെ സിനിമ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവരെ വളർച്ച കാണുമ്പോൾ പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് അത് എൻ്റെ വളർച്ച അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി അതായത് ഫോട്ടോഗ്രാഫർ കമ്മ്യൂണിറ്റിയുടെ വളർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സജീർക്ക ഈ ഉയരങ്ങളിൽ പോകുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ, നമ്മുടെ നാട്ടുകാരെന്ന നിലയിൽ, ഇപ്പം അറിയുന്ന കൂട്ടുകാരൻ അല്ലെങ്കിൽ അടുത്തറിയുന്ന ആളെന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകൾ കിട്ടട്ടെ, എന്താ പറയുക, സിനിമകൾ ചെയ്യട്ടെ, നമുക്ക് തന്നെ ഇനിയും നമ്മുടെ കൊമേഴ്ഷ്യൽ വർക്കുകളിലൊക്കെ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. എന്താ പറയാ, അങ്ങനെ അടിപൊളിയാവട്ടെ. താങ്ക് യു. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം എനിക്ക് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെച്ചാല് നമുക്കൊരു വില കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കാന്നുള്ളൊരു സംഭവമുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു അല്ലെങ്കിൽ ഞാൻ എന്താന്ന് തിരിച്ചറിഞ്ഞിട്ട്
ഇപ്പൊ നീ എന്നെ വർക്കിന് വിളിക്കുമ്പോ നീ മനസ്സിലാക്കണം ഞാൻ എന്തായാലും ഇന്റെ ക്വാളിറ്റി എന്താണല്ലോ. ഞാൻ എന്താന്ന് അറിയാത്തൊരു സ്ഥലത്തേക്ക് നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ട് നമ്മളെന്തെങ്കിലും കാട്ടിട്ട് നമ്മള് അതിനൊക്കെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ തീർച്ചയായും ഞാൻ സ്നാപ്പ് ആർട്സിൽ നിന്ന് ഒരുപാട് പ്രൊജക്ടുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ല നല്ല പ്രൊജക്ടുകൾക്ക് ഭാഗമാവാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ നല്ല അനുഭവങ്ങളും നല്ല കുറെ മൂമെന്റ്സ് പങ്കുവച്ച ഷജീർ പപ്പയ്ക്ക് വളരെയധികം നന്ദി. And thank you all. See you on next episode.